ഈ സിസ്റ്റത്തിനകത്താണ് സ്വർഗത്തിലെ ദൈവം ക്രമീകരിക്കപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ നോക്കിയാൽ ഒരു സിസ്റ്റം കൊണ്ടുവന്നു. അതിനകത്ത് യാഗങ്ങൾ നടന്നിരുന്നു. ലേവ്യ പുസ്തകത്തിലൊക്കെ പുരോഹിതന്മാർ വരുന്നു, യാഗങ്ങൾ വരുന്നു, യാഗമൃഗങ്ങളെ ഒരുക്കുന്നു. ഇങ്ങനെ വന്ന ആ സിസ്റ്റത്തിനകത്ത് വരുന്നവൻ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു മാനവരാശിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ഒരിക്കലായി യാഗമായി. അവൻ്റെ രക്തത്താൽ ഒരു വീണ്ടെടുപ്പുണ്ടായി. യേശുവിൻ്റെ അടുത്തതിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ മരണത്തെ കാണിക്കുന്നു. മരണപ്പെടുകയും യേശുവിനെ കല്ലറയിൽ അടക്കപ്പെടുകയും ചെയ്തു. അടുത്തതിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് മരിച്ചവരുടെ ഇടയിൽ നിന്നും അവൻ യേശുവിനെ ഉയർത്തി. ഇതാണൊരു മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ആ ഘട്ടത്തിന് ശേഷം അടുത്തതിലേക്ക് വരുമ്പോൾ യേശു തൻ്റെ ദൗത്യം ചെയ്യുക പിതാവിൻ്റെ അരികിലേക്ക് കടന്നുപോയി. മാനവരാശിക്ക് വേണ്ടി ദൈവം തൻ്റെ ആത്മാവിനെ ജനത്തിൻ്റെ മേൽ പകർന്നു. അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും അവൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞു. ആ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തീകരണം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനാലാണ് പരിശുദ്ധാത്മാവ് അടുത്ത സ്റ്റെപ്പ്. പിന്നീട് നടക്കുന്നത് ആത്മാവിൻ്റെ നടത്തിപ്പ. വ്യക്തികളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ ഞാനിന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്ന അവിടെയാണ്. ഓരോ വ്യക്തികളുടെ മേൽ. അപ്പോൾ ഇതിനകത്തെല്ലാം നിങ്ങളുടെ അകത്ത് നല്ലവണ്ണം അറിയണം. ഒരാൾ നടത്തിപ്പിലേക്ക് വരുമ്പോൾ അതിൻ്റെ പുറകിലും ഒരു ശക്തി വരും. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ദൈവം തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം തൻ്റെ ജീവനെ ആ മനുഷ്യരുടെ മേൽ പകർന്നു, ആദത്തിൻ്റെ അവയുടെയും മേൽ. അവർ ജീവനുള്ള ദേഹിയായി തീർന്നു. അതേ സമയം തന്നെ പിശാചും അവിടെ വെളിപ്പെട്ട് കഴിഞ്ഞു. മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലായ മനുഷ്യനെ ആരുടെ സാദൃശ്യത്തിലേക്ക് മാറ്റണം? പിശാചിൻ്റെ പ്രവൃത്തിയിലേക്ക് മാറ്റണം. പിശാച് ഒരു തന്ത്രം മെനയപ്പെടുവാൻ തുടങ്ങി. ആദത്തെ ഹവ്വയും ഏദനിൽ നിന്ന് പുറത്താക്കി. അവിടെ വചനം പറയുന്നു, അവിടെ ദൈവത്താൽ ഭൂമി ശപിക്കപ്പെട്ടതായി മാറുന്നു. ആദത്തെ ഹവ്വയും ദൈവം ശപിക്കുന്നു. നിങ്ങൾ മുഖാന്തരം ഭൂമി ശപിക്കപ്പെട്ടതായിരുന്നു, മുള്ളും പറക്കാരെ മുളയ്ക്കുന്നു. ഇതെല്ലാം നമ്മൾ പല പ്രാവശ്യങ്ങൾ എടുത്തു പോയാൽ. അപ്പോൾ അവിടെയെല്ലാം പുറയിൽ ആരുണ്ട്? ഒരു നെഗറ്റീവ് പവറുണ്ട്. ഈ പിശാചിനെ ജയിക്കുന്ന ആത്മാവാണ് ക്രിസ്തുവിൻ്റെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവ്. പിശാചിനെ ജയിച്ചവൻ്റെ ആത്മാവ്. യോഹന്നാനി വരും പറയുന്നു, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് നമ്മുടെ മേൽ പരുവാൻ വേണ്ടി യേശു കർത്താവിനെ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു. 3.5 വർഷക്കാലം കർത്താവ് ശുശ്രൂഷകൾക്ക് ശേഷം യേശു മരിക്കപ്പെടുകയും കല്ലറയിൽ അടക്കപ്പെടുകയും ചെയ്തു. ഇവിടം വരെയാണ് ദുഃഖവെള്ളിയാഴ്ചയുടെ ശുശ്രൂഷകൾ അവസാനിക്കപ്പെടുമ്പോൾ അവിടം വരെയാണ്. അവിടെ നിന്ന് അടുത്ത മണ്ഡലത്തിലേക്ക് കടക്കാൻ പോവുക. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1-ാമത്തെ വാക്യം. ശബത്ത് കഴിഞ്ഞു മഗ്ദലേക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. യേശുവിനെ അടക്കിയിരുന്ന കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നു കല്ലുരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ടു പേടിച്ച് വിറച്ചു മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുമീനെന്ന് പറഞ്ഞു. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും
നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് വേഗം ചെന്ന് തന്റെ ശിഷ്യന്മാർ പറവീൻ, അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും. ഗലീലയ്ക്ക് പോകുന്നു, അവനെ കാണും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. എന്നാൽ യേശു അവരെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്ന് അവന്റെ കാൽ പിടിച്ച് യേശുവിനെ നമസ്കരിച്ചു. യേശു അവരോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകുവാൻ പറവീൻ, അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറവിൻ. വസ്തുത നാടുവാഴിയുടെ സന്നിധാനത്തിൽ എത്തി എങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു. അത്രയും മതി. ഇവിടെ നോക്കിക്കോണം. യേശുക്രിസ്തു 10-ാമത്തെ വാക്യം വരെ പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സമയത്ത് അല്ല ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ അടയാളമായി 2 സ്ത്രീകൾ അവിടെ ചെല്ലുന്നു. യേശുവിനെ അവർ കാണുന്നു. യേശുവിനെ അവർക്ക് വന്ദനം ചൊല്ലുന്നു. എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ അകത്തറിയണം, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ദൈവം തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ അവിടെയും എന്ത് വെളിപ്പെട്ടു? പിശാച് വെളിപ്പെട്ടു. എപ്പോഴും പിശാചിൻ്റെ തന്ത്രങ്ങൾ നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞാൻ ഇതിലേക്കാണ് വരുന്നത്. ഉയർപ്പിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മളാണ്. എന്നാൽ ചിലതിനെ വെളിപ്പെടുമ്പോൾ ഉയർപ്പിൻ്റെ ശക്തി, പുനരുദ്ധാനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലകത്തേക്ക് വെളിപ്പെടുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന വാക്കിനകത്ത് നിങ്ങൾ നോക്കിയാൽ യേശുവിൻ്റെ കല്ലറയ്ക്ക് ചെന്നു, സ്ത്രീകൾ ചെന്നു. കല്ലറ തുറന്നിരിക്കുന്നത് കണ്ടു. ആ ദൂതന്മാർ പറഞ്ഞു, നിങ്ങളൊക്കെ മുന്നിൽ യേശു ഗലീലയ്ക്ക് പോയി. അത് കഴിഞ്ഞ് വഴിയിൽ വെച്ച് യേശു വെളിപ്പെടുന്നു. അവരോട് പറയുന്നു, എൻ്റെ സഹോദരന്മാരോട് ചെന്ന് പറയണം, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതെല്ലാം പറയുമ്പോൾ 11-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരെ ചെന്ന് അറിയിച്ചു. എന്താ അവർ ചെന്ന് അറിയിച്ചേ? യേശു ഉയർത്തെഴുന്നേറ്റെന്ന് മഹാപുരോഹിതന്മാരെ ചെന്ന് അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്ത് അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി. കണ്ടോ? ഇവിടെ നോക്കിക്കോണേ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടും പിശാചിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റന്റെ സാക്ഷ്യം പറയുവാൻ നിൽക്കുന്ന പടയാളികൾ പറയുന്നു, യേശു ഉയർത്തെഴുന്നേറ്റ സാക്ഷികളാ. അവർ ചെന്ന് പട്ടണത്തിൽ ചെന്ന് പറയുമ്പോൾ മഹാപുരോഹിതന്മാരും മറ്റുള്ളവർ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, എന്ത് പറയണം? യേശു ക്രിസ്തുവിനെ രാത്രിയിൽ അവൻ്റെ ശിഷ്യന്മാർ കട്ടുകൊണ്ട് പോയി എന്ന് പറയണം. ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നത് ഒരു ഇരുട്ടിൻ്റെ അധികാരമാണ്. പടയാളികൾ പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചേ. പടയാളികൾ യേശു ഉയർത്തെഴുന്നേറ്റെന്ന് അവർക്ക് ബോധ്യമുണ്ട്. എന്നാൽ പണം കൊടുത്ത് ഇവരെ ഇതിൻ്റെ പുറകിൽ ചലിക്കപ്പെടുന്നത് ഒരു പിശാചിക ശക്തിയാണ്. നിങ്ങൾക്ക് അതിനെ കുറച്ചുകൂടെ അറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് എടുത്തേ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ചെയ്തത് എന്തെന്ന് ചോദിച്ചതിന് പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന്. ഇവിടെ നോക്കണേ. യഹോവയായ ദൈവം സ്ത്രീയോട് ചോദിക്കുക, നീ ചെയ്തത് എന്തെന്ന് ചോദിച്ചതിന് പാമ്പ് എന്നെ വഞ്ചിച്ചു, പിശാച് എന്നെ വഞ്ചിച്ചു.
നേരെ മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴോ അവിടെ നോക്കിയേ, ഇവർ ചെന്ന് പട്ടണത്തിൽ ചെന്ന് പറയുന്നത് എന്നതാ? യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്നാ പറയുന്നത്. യേശു പ്രവചിച്ചതുപോലെ തന്നെ അവൻ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് വെളിപ്പെടുത്തേണ്ടത് ആരുടെ കാര്യമാണ്? പിശാചിന്റെ തന്ത്രമാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് ലോകത്തോട് വെളിപ്പെടുത്തേണ്ടത് ആരുടെ ചുമതലയാ? പിശാചിന്റെ. ചെറിയ പദ്ധതിയല്ല ഞാൻ ഈ പറയുന്നത്. പിശാച് യേശു ഉയർത്തെഴുന്നേറ്റെന്ന് ലോകത്തിന്റെ മുന്നിൽ അറിഞ്ഞാൽ ഈ ലോകം മുഴുവൻ എങ്ങോട്ട് പോകും? യേശുവിൻ്റെ അരിയിലേക്ക് പോകും. അവൻ ദൈവപുത്രനാണെന്ന് അംഗീകരിക്കും. ഇന്നലെ വരെ ആരാധിച്ച മനുഷ്യൻ മുഴുവൻ ആരുടെ മുന്നിലേക്ക് വരും? യേശുവിൻ്റെ അരികിലേക്ക് വരും. കാരണം യേശുവിൻ്റെ കാൽക്കൽ ഈ സ്ത്രീകൾ വന്നിച്ചു കഴിഞ്ഞു. അപ്പോൾ ആരാധന എവിടേക്ക് വെളിപ്പെടും? യേശുവിനെ ആരാധിക്കാൻ തുടങ്ങും. ആരെ ആരാധിക്കാൻ പിശാച് ഇഷ്ടപ്പെടുന്നില്ല? യേശുവിന് മഹത്വം കൊടുക്കരുതെന്ന് ആരാഗ്രഹിക്കുന്നു? പിശാച് ആഗ്രഹിക്കുക. പിശാച് ഉൽപ്പത്തി പുസ്തകത്തിൽ ചെയ്ത വാക്ക് ഇവിടെ നോക്കി, യഹോവയായ ദൈവം സ്ത്രീയോട് നീ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന് പാമ്പെന്നെ വഞ്ചിച്ചു. ആരെന്നെ വഞ്ചിച്ചെന്ന് പറഞ്ഞു? പിശാച് എന്നെ വഞ്ചിച്ചു. അപ്പൊ ഈ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലേക്ക് വന്നപ്പോഴേ, ഒന്നെടുത്ത 28-ാം അധ്യായത്തിന്റെ അതിന് നമ്മൾ വായിച്ചു നിർത്തി എത്രാമത്തെ 12-ാമത്തെ വാക്യം നിർത്തി. 28-ന്റെ 12-ാമത്തെ വാക്യം. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. ഇതിന്റെ പുറകെ ചലിക്കുന്ന ശക്തി ഏതാ? എന്റെ കൂടെ വരുന്നുണ്ടോ നിങ്ങളെ? ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി എവിടെയാ? ഞാനിതിപ്പോ നിങ്ങളിലേക്ക് വരും, അപ്പോഴാ അറിയുന്നേ ഉയർപ്പിന്റെ ശക്തി എന്നാന്ന്. അപ്പൊ ഇതിന്റെ പുറകിൽ ചലിക്കുന്നത് എവിടെ തുടങ്ങിയത്? ഉൽപ്പത്തി തുടങ്ങിയത്. ഉൽപ്പത്തി ഔവയെ ചതിക്കാൻ ചെയ്ത അതേ ചതി ഇവിടെ നടക്കുക. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റവനെ നിങ്ങളുടെ അകത്ത് പിടികിട്ടുന്നു. ഞാൻ കൊണ്ടൊരു സബ്ജക്റ്റ്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയിപ്പിക്കുന്ന ആരുടെ ചുമതലയാ? പിശാചിന്റെ ആഗ്രഹമാ. യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞാൽ ഈ മുഴുവൻ ജനം യേശുവിലേക്ക് വരും. വരാതിരിക്കണമെന്ന് വരികിൽ, പിടികിട്ടിയോ? വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു ഉയർത്തണം. അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്നു, ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവീൻ. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറയുന്നത് വിശ്വാസ യോഗ്യമല്ലാതെ ആക്കി തീർക്കണം. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന വിശ്വസിക്കുന്ന നമുക്കായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. യേശു ഉയർത്തെഴുന്നേറ്റെന്ന് ഇവിടെ പറയുന്നു, അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവീൻ. വസ്തുത നാടുവാഴിയുടെ സന്നിധാനത്തിലെത്തി, എങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാം. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ഇതങ്ങോട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ഇത് അവർ ചെയ്തു. എന്നിട്ട് പറയുന്നുണ്ട്, ബാക്കി വരുന്നുണ്ടോ? ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പാ. യഹൂദന്മാരുടെ ഇടയിൽ ഇന്നും ഇതിങ്ങനെ നിൽക്കുക. എന്നതാ? യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ശിഷ്യന്മാർ വന്ന് യേശുവിനെ കട്ടുകൊണ്ടുപോയി. പിടികിട്ടുന്നുണ്ടോ? പിശാചിന്റെ തന്ത്രങ്ങളെ വ്യക്തമായി അറിയണം നമ്മുടെ അകത്ത്. യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് തന്നെ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, യേശു ക്രിസ്തു ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. യോഹന്നാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണ്. യോഹന്നാൻ മാനസാന്തര സ്നാനം, അവിടെ പറയുന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? യേശുവിനെ കുറിച്ച് പറയാം, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനപ്പെടുത്താൻ വന്നു. പിടികിട്ടുന്നു? നിങ്ങളുടെ അകത്ത് നല്ല ശ്രദ്ധിച്ചോളം. യേശു വരുന്നത് എന്തിനു വേണ്ടിയാ? പരിശുദ്ധാത്മാവിൽ ഒരു സ്നാനം നടത്തുവാൻ വേണ്ടിയാ. ഏത് ആത്മാവിൽ? ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരാനാ. ഇതിനെ തടയേണ്ടത് ആരുടെ പദ്ധതി? നിങ്ങൾ എൻ്റെ കൂടെ ഉള്ളവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ ആത്മാവ് എൻ്റെ മേൽ വരരുത്, നിങ്ങളുടെ മേൽ വരരുതെന്ന് ആരാഗ്രഹിക്കുന്നു? യോഹന്നാൻ വിളിച്ചു പറയുന്നു,
യോഹന്നാൻ വിളിച്ചു പറയുക, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും അവൻ സ്നാനപ്പെടുത്തുവാൻ വന്നതാ. ഞാൻ സ്നാനപ്പെടുത്താൻ വന്നില്ല, അവനൊരു സ്നാനം നടത്തുവാൻ വരുന്നുണ്ട്. അവൻ്റെ സ്നാനത്തോടുകൂടെ പിശാചിന്റെ ശക്തികൾ ക്ഷയിക്കപ്പെടാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികളെ കൊണ്ടിടുന്നതിനെ മുഴുവൻ ഈ ആത്മാവ് ജയമെടുക്കാൻ പറ്റും. പക്ഷെങ്കിൽ ഈ ആത്മാവ് നിങ്ങളുടെ മേൽ ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഈ ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഉണ്ടെന്ന് വെളിപ്പെടുത്താതിരിക്കണമെങ്കിൽ ആരുടെ പദ്ധതി വെളിപ്പെടണം? ഇന്ന് നിങ്ങളുടെ അകത്ത് പിടികിട്ടുന്നുണ്ടോ? പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങളുടെ അകത്ത് വെളിപ്പെടുന്നുണ്ടോ? ഇന്ന് പകല് നിങ്ങൾ അറിഞ്ഞേ, എല്ലാ വർഷവും ദുഃഖവെള്ളി, എല്ലാ വർഷവും ഉയർപ്പ്. ആരുടെ മേൽ ആത്മാവ് കിട്ടി? എല്ലാ വർഷവും ദുഃഖവെള്ളി നടക്കുക, എല്ലാ വർഷവും ക്രൂശിന്റെ മരണം നടക്കുന്നു. പിശാചിന് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. വീണ്ടും 3 ദിവസം കഴിയുമ്പോൾ ഉയർപ്പ് നടക്കുന്നു, വല്ല കുഴപ്പമുണ്ടോ? ഇവരിത് ചെയ്തുകൊണ്ടിരിക്കും. ആരുടെ തന്ത്രം? പക്ഷെ ഒരുവന്റെ മേൽ ആത്മാവ് വന്നാലോ പിശാചിന്റെ പ്രവൃത്തികൾ അഴിയാൻ തുടങ്ങും. ഇത് വരല്ലെന്ന് ആരാഗ്രഹിക്കുന്നു? ഈ പ്രവൃത്തികളെ നിങ്ങൾ കണ്ടോളാം. മാനവരാശി യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവിനാൽ, അവൻ്റെ ആത്മാവ് ഒരുവന്റെ മേൽ വന്നാൽ, യേശു പറഞ്ഞ സിസ്റ്റം ഞാൻ ആദ്യമേ പറഞ്ഞു കൊണ്ടുവന്നു. യേശു ക്രിസ്തു ഒരു യാഗം നടത്തി. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, പിതാവാം ദൈവത്തിൻ്റെ വലത്തുവശത്ത് ചെന്നു. പുത്രൻ തമ്പുരാൻ അവൻ്റെ ജീവനായ ആത്മാവിനെ ആരുടെ മേൽ പകർന്നു? ജനത്തിൻ്റെ മേൽ പകർന്നു. ഇനി നടത്തപ്പെടുന്നുണ്ട്. ആരാ നടത്തപ്പെടണം? പരിശുദ്ധാത്മാവ്. ഈ നടത്തപ്പെടരുതെന്ന് ആരാഗ്രഹിക്കുന്നു? നിങ്ങൾ നന്മയിലേക്ക് പോകരുതെന്ന് ആരാഗ്രഹിക്കുന്നു? അപ്പൊ നമ്മുടെ അകത്തറിഞ്ഞോണം, നമ്മൾ വിശ്വാസത്തിൽ നിൽക്കുന്നു എന്ന് വരികിലും ചില മണ്ഡലങ്ങൾക്കകത്ത് പിശാച് ശക്തിയോടെ പ്രവർത്തിക്കും. നമ്മുടെ മേൽ ആരുടെ ആത്മാവ് വന്നു? ഉയർത്തെഴുന്നേറ്റവരുടെ മേൽ. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ മരണത്തോട്, ഞാൻ കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച എടുത്തു, യേശുവിന്റെ മരണത്തോട് അനുരൂപപ്പെട്ടവർ, അവർ യേശുവിന്റെ മരണത്തിൽ ആരെ പ്രാപിച്ചവരാ? പരിശുദ്ധാത്മാവിനെ. യേശു പറഞ്ഞു എന്തോ പറഞ്ഞേ? യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, അവൻ നിങ്ങളെ എന്ത് ചെയ്യാമെന്നാ? പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനപ്പെടുത്തുവാൻ വന്നതാ. ഇതൊരു ക്ലാസ് പോലെ നിങ്ങളുടെ അകത്ത് ചിന്തിച്ചു. ഇപ്പൊ ആരുടെ ആത്മാവിനാ ഞാൻ നടക്കണം? എൻ്റെ കൂടെ നിങ്ങൾ വരുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നടത്തപ്പെടണം അല്ലേ? ഏത് ആത്മാവ്? ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവ്. അപ്പൊ ഞാൻ ആരിലേക്ക് വരുന്നു? വായിച്ചോ, റോമാലേഖനം 8-ാം അധ്യായം 17-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. റോമാലേഖനം 8:17. നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ച. ഇവിടെ നോക്കിക്കോണേ, നമ്മൾ ആരാന്ന് പറഞ്ഞു? ആരുടെ ജീവൻ വന്നപ്പോ? ക്രിസ്തുവിന്റെ മേൽ പകരപ്പെട്ട ജീവൻ എൻ്റെ മേൽ വന്നപ്പോ നമ്മൾ ആരായി? മക്കളായി. ഇവിടെ പറഞ്ഞു, നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിന്റെ കൂട്ടവകാശി. ഏതിൽ? ക്രിസ്തുവിന്റെ അവകാശി ഏതിൽ? ഏതിൽ കൂടെ കൂട്ടവകാശിയായേ? നിങ്ങൾ ക്രിസ്തുവിനോട് ക്രൂശിൽ തറയ്ക്കപ്പെട്ടോ? ഈ അവകാശി ഏതിലേക്ക് വന്നു? ക്രിസ്തുവിന്റെ ആത്മാവും എൻ്റെ ആത്മാവും ഏകീഭവിച്ചപ്പോ. എൻ്റെ കൂടെ ഉണ്ടോ? ക്രിസ്തുവിന്റെ മേൽ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവ് എൻ്റെ മേലും വ്യാപരിച്ചപ്പോ, ഇവിടെ പറഞ്ഞു കൂട്ടവകാശി, ഒരേ ആത്മാവ്. കൊരിന്ത്യർ ലേഖനക്കാരൻ പറഞ്ഞു, ഇനി ഞാൻ ജഡപ്രകാരം യേശുവിനെ പോലും അറിയുന്നില്ല, പിന്നെ എങ്ങനെ അറിയുന്നേ? കൊരിന്ത്യർ ലേഖനത്തിൽ പറയാ, ജഡപ്രകാരം ഞാൻ ഇനി യേശു കർത്താവിനെ പോലും അറിയുന്നില്ല, പിന്നെ എങ്ങനെ അറിയുന്നേ? ഏതിലറിയുന്നു? ആത്മാവ് ഞാൻ അറിയും. യേശു പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുമ്പോൾ എങ്ങനെ ആരാധിക്കണം? ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. എൻ്റെ അകത്തോട്, നിങ്ങളുടെ അകത്തോട്ട് കൊടുത്തോണേ. ഞാൻ യേശുവിനെ അറിയുന്ന എങ്ങനെ? ഇവിടെ പറയുന്നു ഞാൻ മക്കളായി. എങ്ങനെയായി? നാം മക്കളെങ്കിലോ അവകാശമാകുന്നു. എന്നിട്ട് ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ തന്നെ.
നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെട്ടു. തേജസ്സിലേക്ക് നമ്മൾ തേജസ്കരിക്കപ്പെട്ടു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 നമ്മുടെ തേജസ്സിനെ അവൻ പകർന്നു. ഈ തേജസ് നമ്മുടെ മേൽ നിന്നാൽ ആർക്ക് അവകാശമില്ല? പിടികിട്ടുന്നുണ്ടോ? ഈ തേജസ് എൻ്റെ മേലിരുന്നാൽ, ഈ തേജസ്സിന്റെ ആത്മാവ് എൻ്റെ മേലിരുന്നാൽ പിശാചിന് അധികാരമില്ല. എന്നാൽ ഈ ഉയർപ്പിന്റെ ശക്തി എൻ്റെ മേൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമുക്കൊരു കൊലോസ്യ ലേഖനം ഒന്ന് എടുത്തേ. കൊലോസ്യന് 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ഇവിടെ പറയുന്ന കൊലോസ്യ ലേഖനത്തിൽ പറയുക, വാഴ്ചകളെയും ആരുടെ അധികാരങ്ങളാ? ഈ വാഴ്ച ആരുടെ വാഴ്ചയാ? പിശാചിന്റെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് യേശു അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. 16-ാമത്തെ വാക്യം. അതുകൊണ്ട് 14 ഒന്നുകൂടെ വായിക്കാം. 14-ാമത്തെ വാക്യം. അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു 14 അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച. അപ്പൊ നമ്മളോട് നോക്കണം, നമ്മളെ എങ്ങനെ കർത്താവിലേക്ക് കൊണ്ടുപോകാൻ പോവാ? ഈ ആത്മാവിൽ ഏകീഭവിക്കാൻ പോവാ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരാൻ പോവാ. എങ്ങനെ? അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങൾ. കണ്ടോ? അതിക്രമങ്ങൾ, നമ്മുടെ പാപങ്ങൾ ആര് ക്ഷമിച്ചു? യേശു ക്ഷമിച്ചു. ഇപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്നാ? നമ്മൾ പാപിയാണെന്നാ ആര് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? പിശാച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ അകത്തറിയണ്ടേ, പിശാചിന് വ്യക്തമായ പദ്ധതിയുണ്ട് നമ്മളെക്കുറിച്ച്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് പദ്ധതിയുണ്ടെങ്കിൽ പിശാചിന് നമ്മളെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട്. പിശാച് നമ്മളോർക്ക് നമ്മൾ കൈയടിച്ച് പാട്ടുപാടിയൊക്കെ പോകുമ്പോൾ അങ്ങ് ആത്മാവിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിൽ അങ്ങ് നടക്കുക. ഒന്നുമല്ല, പിശാചിനും പദ്ധതിയുണ്ട്. ഇവിടെ അതിക്രമങ്ങളൊക്കെ നമ്മൾ ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ചു. നടുവിൽ നിന്നും നീക്കി യേശു കർത്താവ് അതിനെ എന്ത് ചെയ്തു? നമുക്കെതിരായി ഉണ്ടായിരുന്ന സകലതിനെയും യേശു നീക്കി. എന്നിട്ട് പറയുക, വാഴ്ചകൾ, നമ്മുടെ മേലുണ്ടായിരുന്ന വാഴ്ചകൾ, അധികാരങ്ങൾ, അതിലെല്ലാം എന്ത് ചെയ്തു കഴിഞ്ഞു? യേശു ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. എന്നിട്ട് പറയുക, അവരെ പരസ്യമായ കാഴ്ചയാക്കി. 16-ാമത്തെ വാക്യം. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇപ്പോഴും ഓർത്തോണം, ഇതിലൊക്കെയാ ഇപ്പം പിശാചിന്റെ പിടിയിൽ നിൽക്കുന്നേ. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ടുവന്നു, പിശാചിന് തന്ത്രങ്ങളുണ്ട്. ഒരിക്കലേ ഒരു വീട്ടിലെ ചെന്നപ്പം ആ വീട്ടിൽ ഇങ്ങനെ കുപ്പി, പഴയ കുപ്പിയാ, അറിയാമല്ലോ. പണ്ട് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ഒരു കുപ്പി ഉണ്ടായിരുന്നു. ആ കുപ്പി നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അതിനകത്തൊരു 3-4 സ്ഥലങ്ങളിൽ വെള്ളം ഇങ്ങനെ ഇരിക്കും, നിറച്ചു ഉള്ളി. ചെന്ന് ഇത് ഇങ്ങനെ ഇരിക്കുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് യോർദാനിലെ വെള്ളവാ. പിള്ളേർ വന്നു പോയെ, ഇത് ഗലീലെ വെള്ളവാ. എന്തിനാണെന്നറിയോ? രോഗം വരുമ്പോൾ കുടിക്കാൻ. ഇതാരുടെ തന്ത്രമെന്നറിയോ? പിടികിട്ടുന്നു? നമ്മൾ ചെറുതെന്ന് ചിന്തിക്കുന്നതിനകത്ത് പോലും പിശാച് കയറിക്കൂടും. നിങ്ങളുടെ പേർ വ്യാപരിക്കുന്ന ഏത് ആത്മാവാ? ഉയർത്തെഴുന്നേറ്റവൻ്റെ ആത്മാവാ. അതിനെ പിടിച്ചു നിർത്താൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇവിടെ നിങ്ങളുടെ ചിന്തകളെ മാറ്റുന്ന ചിലതിലേക്ക് ചില വിശ്വാസികളുടെ വീടുകളിൽ ചെന്നാൽ എന്നാണെന്നറിയോ, അവരുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഫോട്ടോയൊക്കെ ഇരിപ്പുണ്ട്. ഇതാരുടെ തന്ത്രവാ? പിടികിട്ടുന്ന നിങ്ങളുടെ അകത്തെ ചിലരിത് പഴയതിനെ ഒന്നും ഇപ്പോഴും വിട്ടിട്ടില്ല. ഇപ്പോഴും പഴയ ചിലത് പിശാച് ഇത്ര ആഗ്രഹിക്കുന്നു, പഴയ ചിലത്. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ നോക്കിയേ. അതുകൊണ്ട് ഭക്ഷണപാനങ്ങളെക്കാൾ സംബന്ധിച്ചു കണ്ടോ, ചില നോയമ്പെടുക്കുക, മീൻ വേണ്ട,
ഇറച്ചി വേണ്ട, എല്ലാം എന്ത് ചെയ്തുവാ? ഒഴിവാക്കുക. ഇതിന്റെ പുറകെ വ്യാപരിക്കുന്നതെന്നറിയോ? പിശാചിന്റെ തന്ത്രവാ. ഇവിടെ പറയുന്നു, പണ്ട് ഭക്ഷണപാനങ്ങളെ സംബന്ധിച്ചോ പെരുന്നാള്, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ എന്ത് ചെയ്യരുത്? വിധിക്കല്ല്. കാരണം ആരുടെ ആത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞു? ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവ് നിങ്ങളുടെ മേലുണ്ട്. ഇനി നിങ്ങളെ വിധിക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. നിങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. കാരണം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ മേൽ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലിരിക്കുന്നു. ഇപ്പോഴും നമ്മുടെ ചില കൺസെപ്റ്റിനകത്ത്, നമ്മുടെ ചിന്തയ്ക്കകത്ത് നോക്കണം. നമ്മൾ വിശ്വാസി എന്ന് പറയുന്നെങ്കിലും ചിലതെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്, ഇല്ലേ? ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ഉണ്ട് എന്ന് വരികിലും എന്തിനാ ജയിച്ചത്? പിശാചിന്റെ തന്ത്രങ്ങളെ ജയിച്ചവന്റെ ആത്മാവാണ് നമ്മുടെ മേലിരിക്കുന്നേ. ഇപ്പോഴും നമ്മുടെ അകത്തൊരു തോന്നലില്ലേ, ഒരു പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ, ഒരു പ്രതികൂലം വന്നു കഴിയുമ്പോൾ ആരാണ്ട് ഏണ്ടാണ്ട് ചെയ്തതാ. നിങ്ങൾ എൻ്റെ കൂടെ വരാത്തേ? ചിലർ വിളിക്കുമ്പോഴേ ചോദിക്കുന്ന, ബ്രദറേ ഞങ്ങളുടെ മേലൊരു പോരാട്ടം നിപ്പുണ്ട്, ഞങ്ങളുടെ ചിന്ത ഞങ്ങളുടെ സഹോദരനില്ല. ഏതാത്മാവിലാ നീ ഉയർത്തെഴുന്നേറ്റേ? പിടികിട്ടിയോ? ഇത് തോന്നിപ്പിക്കുന്ന ആത്മാവ് ഏതാ? ഉൽപ്പത്തിക്കാത്ത ആത്മാവാ. അനുഗ്രഹത്തെ തടയാൻ നിൽക്കുന്നത് ഇങ്ങനത്തെ ചില തോന്നലുകൾ വരും. ഏതാത്മാവ് നീ ഉയർത്തിട്ടില്ല? പിശാച് നിന്നെ ബന്ധിക്കുന്നെന്ന് തോന്നുന്നെങ്കിൽ ഇന്ന് പകൽ പറഞ്ഞു, ആത്മാവ് നിന്നിൽ ഉയർത്തപ്പെട്ടിട്ടില്ല. മന്ത്രവാദി നിനക്ക് ഏതാണ്ട് മന്ത്രവാദം ചെയ്തിട്ടുണ്ടെന്ന് നിന്റെ അകത്ത് തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ മേൽ ഉയർപ്പിന്റെ ആത്മാവ് ഇല്ല. നീ ഇന്ന് കല്ലറയിലത്രേ. ഉയർത്തെഴുന്നേറ്റവനെ ഒരു ശക്തിക്കും തടയാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവുള്ളവനെ കാരാഗ്രഹത്തിൽ ബന്ധിച്ചിട്ടും കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും അടയ്ക്കപ്പെട്ട കാരാഗ്രഹത്തിനകത്ത് വെച്ച് ചങ്ങലകൾ അഴിയപ്പെടുന്നുണ്ടെങ്കിൽ അവന്റെ മേൽ വ്യാപരിക്കുന്നത് ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ജനം മുഴുവൻ കല്ലെറിയപ്പെടുമ്പോഴും പൗലോസ് മരിച്ചുപോയെന്ന് ലോകം പറയുമ്പോഴും അവരുടെ മധ്യത്തിൽ പൗലോസ് എഴുന്നേറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയാം, അവന്റെ മേൽ വ്യാപരിച്ചത് ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവാ. നീ തകർന്നു പോയെന്നും നിന്റെ കുടുംബം ഇനി ഉയരത്തില്ലെന്നോ നീ എന്നെ കുറിച്ച് നാട്ടുകാർ പ്രവചിച്ചു നിൽക്കുമ്പോ നീ ഒരു ഉയർച്ചയിൽ വരുന്നുണ്ടെങ്കിൽ വിളിച്ചു പറയാ, നിന്റെ മേൽ വ്യാപരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവന്റെ യേശുവിനെ ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവാ. ഇന്ന് പകൽ വിളിച്ചു പറയണം, ഇന്നകത്ത് വിളിച്ചു പറയണം, എന്റെ മേൽ വ്യാപരിക്കുന്നത് നസ്രന്റെ മേൽ വ്യാപരിച്ചതുപോലെ ഞാൻ അവനോട് കൂട്ടവകാശിയാണെങ്കിൽ ഇന്ന് പകൽ എന്റെ മേൽ വ്യാപരിക്കുന്നത് ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയാം, ഒരു മന്ത്രവാദിയോ ഒരു ആഭിചാരക്കാരനോ ഒരു ശുദ്രക്കാരനോ എന്ത് നിന്റെ മേൽ വെച്ചാലും ഒന്നും നടക്കത്തില്ല. ഇത് ലോകത്തെ ജയിച്ചവന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നത്. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്? ഹല്ലേലൂയ. നീ ഒന്നും തേടി വെക്കണ്ട കേട്ടോ, നിനക്ക് വേണ്ടി തേടി തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം, നീ ചിന്തിക്കാത്തത് ഞാൻ ഇന്ന് പകൽ ഈ ആത്മാവിൽ പറയാ, അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ അത് ആത്മാവിന്റെ ശക്തിയാലാണെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറയണം, എന്റെ മേൽ എന്റെ തലമുറയുടെ മേൽ വ്യാപരിക്കുന്നത് ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവായനാൽ ഒരു മന്ത്രവാദിക്കോ ഒരു മന്ത്രചരണനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് ചിലതിനെയെല്ലാം വിശ്വാസി ഭയന്നുകൊണ്ടിരിക്കുക. പെരുന്നാള്, ശബത്ത് എല്ലാത്തിനെ കാണുമ്പോൾ ഭയപ്പെടുക. കാരണം എവിടെയാ നിൽക്കുന്നത് പിടികിട്ടുന്നുണ്ടോ? നിങ്ങളുടെ മേൽ ദൈവശക്തി വെളിപ്പെടരുതെന്ന് ആരാഗ്രഹിക്കുന്നു? പിശാച് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? വേണമെങ്കിൽ അതിനകത്ത് ഒന്നുകൂടെ നോക്കിയോ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും നിങ്ങൾ ദിവസങ്ങളും
മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസ് പറയുക, ഞാൻ ഈ സുവിശേഷം മുഴുവൻ പറഞ്ഞത് വെറുതെ ആയിന്ന് പുള്ളിക്കാരന് തന്നെ തോന്നുക. ഈ വിത്ത് എവിടുന്നാ കിട്ടിയേ? നിങ്ങളുടെ ഭവനത്തിൽ ആരാണ്ട് ഏതാണ്ട് ചെയ്തു വെച്ചിരിക്കാന്ന് പറഞ്ഞുകൊണ്ടൊന്ന് വിത്ത് എവിടുന്നാ വന്നേ? പിശാചിന്റെ പദ്ധതിയാ. ആരിൽ കൂടെ ആകാം. എനിവേ, അപ്പൊ നിങ്ങളുടെ ഒരു തകർച്ചയെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആരാ? അതിന്റെ പുറകെ വ്യാപരിക്കുന്ന ശക്തി ഏതാ? പിശാചിന്റെ ശക്തിയാ. പക്ഷെ നിങ്ങളുടെ മേൽ വ്യാപരിക്കേണ്ട ശക്തി ആരുടെ ശക്തിയാ? പുനരുദ്ധാനത്തിന്റെ ശക്തിയാ. ഈ ശക്തി വെളിപ്പെട്ടാ പറയാം, ഇന്നൊരു ഉയർപ്പ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. ഇതിനെ നിങ്ങളുടെ അകത്ത് വെളിപ്പെടാത്തിടത്തോളം കാലം നിങ്ങൾ ആർക്ക് കീഴ്പ്പെട്ട് നിൽക്കുക? പിശാചിന് കീഴ്പ്പെട്ട് നിൽക്കുക. അതിനായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. ആമീൻ. നിങ്ങളുടെ അകത്ത് വ്യക്തമായ ഒരു ധാരണ നിങ്ങളുടെ അകത്ത് വരണം. ആമീൻ. ഇതിനെ ഒന്നും അല്ല നിങ്ങളുടെ ജീവിതത്തെ നോക്കേണ്ടത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. വെളിപ്പാട് പുസ്തകം അതിന് 1-ാം അധ്യായത്തിന് 18-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യേശു കർത്താവ് പറയുക, 1-ാം അധ്യായം 18-ാമത്തെ വാക്യം, ഞാൻ മരിച്ചവനായിരുന്നു. വായിച്ചു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ഞാൻ ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം. യേശു പറയുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇനി മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ മേലായി. ഇന്ന് പകൽ എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? എത്ര പേർ വിശ്വാസത്തിനകത്തിന് നിങ്ങളുടെ ഭാവിയെ തടയാൻ നിൽക്കുന്നത് നിങ്ങളുടെ മേൽ ചില വിത്തിനെ കൊണ്ടിടുന്നത് പിശാചിന്റെ തന്ത്രമാണ്. ഇന്ന് പകൽ ദൈവസഭയ്ക്കകത്ത് നിന്ന് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവർ വ്യക്തമായി തിരിച്ചറിയണം. ഇന്ന് പകൽ നിന്റെ ഭാവിയെ നോക്കിക്കൊണ്ടുള്ള ചില പ്രവചനങ്ങൾ വരുമ്പോൾ ഇന്ന് പകൽ വ്യക്തമായി തിരിച്ചറിയണം, ഇത് പിശാചിന്റെ തന്ത്രമാണ്. അതിനെ പുറത്തു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ചിലർ പറയും, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ദോഷം വന്നു ചേരുന്നത്? ആരാണ്ട് എന്നാണ്ട് ചെയ്തുകൊണ്ട്? ഒന്നുമല്ല കൊച്ചേ, ദൈവം നിന്നെ അടുത്ത ഉയർത്തുവാനാ. ദൈവം ചില പദ്ധതികൾ നിന്റെ തലമുറയുടെ മേൽ വെച്ചിട്ടുണ്ട്. ദൈവം ചില വഴികൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോവുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ദൈവത്തിന് ഇന്ന് പകൽ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് വിളിച്ചു പറ, ദൈവം ചില പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. പിശാചിന്റെ തന്ത്രങ്ങൾ ഇന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം ആത്മാവ് നിന്നെ ഉപയോഗിക്കാൻ പോകുന്നതിനായി ദൈവത്തെ സ്തോത്രം. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? യേശു കർത്താവിന്റെ ഉയർപ്പ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണം. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് ജയിച്ചതാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്തറിയണം, നിങ്ങളുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവായി മാറണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം എന്ന് വായിച്ചേ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന് 5-ാമത്തെ വാക്യം, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിലുള്ള ഭാവം. ക്രിസ്തുയേശുവിലുള്ള ഭാവം എങ്ങനാ? പിശാചിനെ ഭയക്കുന്നതായിരുന്നോ? പ്രതികൂലത്തെ ഭയക്കുന്നതായിരുന്നോ? പിശാചിന്റെ തന്ത്രങ്ങളെ ജയിച്ചവന്റെ ആത്മാവ്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചവന്റെ ആത്മാവ്. അപ്പൊ ഈ യേശു ക്രിസ്തുവിന്റെ ഉള്ളിലുള്ള അതേ ഭാവം ആരിൽ വേണം? നമ്മളിൽ വേണം. എങ്ങനെ? ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവിനാൽ. നമ്മുടെ അകത്ത് പിശാച് തന്ത്രം മനയുക. നിങ്ങളുടെ ഭാവിയെ തടയാൻ നിൽക്കുന്ന ആരാന്ന് മനസ്സിലാവുന്നോ? പിശാചിന്റെ തന്ത്രവാ. എങ്ങനെ നിങ്ങളുടെ അകത്ത് വെളിപ്പെടണം? ഇവിടെ പറയുന്നു, യേശു ക്രിസ്തുവിനുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകണം. അകത്ത് വെളിപ്പെടണം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ അതുപോലെ തന്നെ സ്വർഗത്തിലെ ദൈവം എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉയർത്തി എന്ന് അകത്ത് വിശ്വാസമാണ്. ആരെ ജയിച്ചു? യേശു ആരെ ജയിച്ചു? കാൽവറിയിൽ. പിശാചിന്റെ തന്ത്രങ്ങളെ ജയിച്ചിട്ടാ യേശു ഉയർത്തെഴുന്നേറ്റെ. എങ്ങനെങ്കിൽ ഞാനും അതുപോലെ തന്നെ ഉയർത്തപ്പെട്ടവനാണെന്ന് എൻ്റെ അകത്ത് വിശ്വസിച്ചാൽ ഈ പ്രതിസന്ധി മാറാൻ തുടങ്ങും. അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ.
അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. യേശുവിന്റെ ഒന്ന് കൂട്ടി വായിച്ചോളെ. ഞാൻ വായിച്ചു ചേർത്തിയ വാക്യം ഏതായിരുന്നു? 5-ാമത്തെ വാക്യമല്ലേ? 5 എന്ന് നേരെ 9 വന്നേ. അതുകൊണ്ട് ദൈവവും അല്ല, 5-ാമത്തെ വാക്യം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് വെച്ചിട്ട് 9 വന്നേ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. എന്തോ എന്നാ പറഞ്ഞ അവിടെ? ക്രിസ്തുവിന്റെ അതേ ഭാവം നിങ്ങളെ ഉണ്ടെങ്കിൽ, 9-ാമത്തെ വാക്യം പറയുക, നിങ്ങളെ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? അതുകൊണ്ട് ദൈവം ആരുടെ ഭാവം അകത്ത് വന്നാൽ? ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളുടെ അകത്ത് വന്നാൽ ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ഉയർത്തപ്പെടുവോ? എവിടെയാണ് ഉയർത്തപ്പെടാതിരിക്കുന്നത്? ക്രിസ്തുവിന്റെ ഭാവം നമ്മുടെ മേൽ ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ചില തന്ത്രങ്ങൾ, ഞാൻ ഇപ്പോഴും പറയുന്നു, ചില തന്ത്രങ്ങൾ നമ്മുടെ മേൽ മെനയപ്പെടും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവൻ കുരിശുതൊട്ടി കണ്ട ഒന്ന് വണങ്ങും. ഒരു മുണ്ടഴിച്ചിടിയില് നിങ്ങളകത്ത് പിടികിട്ടുന്നു ഞാൻ ഈ കൊണ്ടുവരുന്നേ. ഇതിൻ്റെ എല്ലാം പുറകിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇതാരുടെ നന്മയെ തടയുന്നു? ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ വന്നാൽ സ്വർഗത്തിലെ ദൈവം ഏറ്റവും ഉയർത്തും. ഏറ്റവും നിങ്ങൾ ഇന്ന് ചിന്തിക്കുന്ന സകല വിഷയത്തിൻ്റെ മുകളിലും ദൈവം നിങ്ങളെ ഏറ്റവും ഉയർത്തും. അതുകൊണ്ട് പറയുന്നു, ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ ആരിലുണ്ടാകണം? നമ്മളിലുണ്ടാകണം. ഇവിടെ പറയുന്ന വാക്ക് നോക്കിയോ, 9-ാമത്തെ വാക്യം പറയുക, ദൈവം അവനെ ഏറ്റവും ഉയർത്തി. യേശുവിനെ ഉയർത്ത സകല നാമത്തിലും മേലായ നാമം നൽകി. എന്നിട്ട് പറയാം 10-ാമത്തെ വാക്യം, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങും. എന്നിട്ട് എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയേണ്ടി വരും. അപ്പൊ നിങ്ങളെ ആഗ്രഹിക്കുന്ന ആരിലേക്ക് വരണം? ദൈവത്തിന്റെ അതേ ഭാവം നിങ്ങളുടെ അകത്ത് വരണം. പ്രതിസന്ധി വരുമ്പോൾ അതിനെ കണ്ട് ഭയപ്പെടുകയല്ല, പ്രതികൂലം വരുമ്പോൾ അതിനെ കണ്ട് ഭയപ്പെടുകയല്ല. എൻ്റെ മേൽ വ്യാപരിക്കുന്ന ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവാണെന്ന് തിരിച്ചറിവ് അകത്തുണ്ടാകണം. ആരാൽ ഉയർത്തപ്പെട്ടവരാ? ക്രിസ്തുവിനാൽ. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും. യേശുവിന്റെ നാമത്തിങ്കൽ പൊന്ന കണ്ടോ? നിങ്ങൾ ആരെ ആരാധിക്കുന്നേ? നിങ്ങളുടെ പ്രതിസന്ധി ആരുടെ കാൽക്കീഴിലുണ്ട്? നിങ്ങളുടെ ബുദ്ധിയും ശക്തി കൊണ്ടും ചിന്തിക്കല്ലേ. നിങ്ങൾ ഒരുവനെ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ അവൻ സകല മാതിരികളും തുറക്കും. ദൈവത്തിനൊരു മഹത്വം കൊടുത്തോണം. ഇവിടെ പറയുന്ന വാക്കതാ, ഭൂലോകരുടെ സ്വർലോകരുടെ അധോലോകരുടെ സകല മുഴങ്കാലും മടങ്ങിയത് യേശുവിൻ്റെ നാമത്തിങ്കിലാ. അതിനകത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ താന്നിട്ടുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ടോ? എന്നിട്ട് പറയുക, എല്ലാ നാവും യേശു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയേണ്ടി വരും. കർത്തൃത്വം ആര് നടത്തിക്കോളും? യേശു കർത്താവിന്റെ കർത്തൃത്വം നടത്തിയാൽ സകല നാമത്തിലും മേലായ നാമത്താൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് ദൈവം ഒരു പദ്ധതി, അതാണ് നമ്മൾ ഒരു പദ്ധതി പ്രകാരമാണ് ദൈവം കൊണ്ടുവന്നേ. ഒരു പദ്ധതി. ഇനി ഉയർപ്പെന്ന് പറഞ്ഞിരിക്കുവാനല്ല, ആത്മാവിന്റെ പ്രവൃത്തി കാണാനിരിക്കേണ്ടത്. ഈ ആത്മാവ് അടുത്തതിനെ കാണാൻ പോവുക. എന്താ വരുന്നേ? രാജാതി കർത്താതി കർത്താവുമായ യേശുവിന്റെ വരവ് കാണാൻ ഈ ആത്മാവ് ഒരുങ്ങപ്പെടുകയാണ്. അപ്പൊ നിങ്ങളുടെ മേൽ പകരപ്പെട്ട ആത്മാവിന്റെ ശക്തിയെ തിരിച്ചറിയാത്തിടത്തോളം കാലം പിശാചിന്റെ തന്ത്രങ്ങളിൽ നിങ്ങൾ കുടുങ്ങിപ്പോവും. നിങ്ങളുടെ പുറകിൽ ചലിക്കപ്പെടുവാൻ പിശാച് തന്ത്രപ്പെടുന്നു. ആരുടെ പുറകിൽ ചലിച്ചത്? ഉൽപ്പത്തി ചലിച്ചത്.
യേശുവിന്റെ പിന്നെ ചലിക്കപ്പെട്ടത്, പത്രോസിന്റെ പുറകെ ചലിക്കപ്പെട്ടത്, യോഹന്നാന്റെ പുറകെ ചലിക്കപ്പെട്ടത്, യാക്കോബിന്റെ തലവെട്ടിയത് ഒരു ശക്തിയാ. അതിനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? അതിനെ ജയിക്കുന്ന കൃപ നിങ്ങളുടെ മേൽ വരണം. അതുകൊണ്ട് നിങ്ങളോട് പറയുക, ഇതിൽ നിന്നല്ല എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ഒഴിവായി വരണം. എങ്ങനെ? ആത്മാവിന്റെ ശക്തിയാൽ. സങ്കീർത്തനം 24-ാം അധ്യായം 1-ാമത്തെ വാക്യം. സങ്കീർത്തനം 24:1. സങ്കീർത്തനം 24-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. ഭൂമി, അതിന്റെ പൂർണ്ണത, ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ള, ദൈവത്തിനുള്ള. നിങ്ങൾ ആർക്കുള്ളതാ? നിങ്ങൾ പിശാചിനുള്ളവരാണോ? ദൈവത്തിനുള്ളവരല്ലേ? ഉയർത്തെഴുന്നേറ്റവന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വ്യക്തതയോടെ പറയാം, ഈ ദിവസങ്ങളിൽ ദൈവം അടയാളങ്ങളാക്കി മാറ്റും. ചില തന്ത്രങ്ങൾ പിശാച് മെനഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നു, ചില തന്ത്രങ്ങൾ പിശാച് മെനഞ്ഞുകൊണ്ടേയിരിക്കും. ചില പദ്ധതികൾ പിശാച് മെനഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കൊരു ചെറിയ പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ അകത്തൊരു തോന്നൽ വരും, ആരോ എന്തോ ചെയ്തെന്ന് തോന്നും. അല്ലെങ്കിൽ നമ്മുടെ സമയത്തിൻ്റെ കാലക്കേട ഉടനെ നമ്മൾ നോക്കാൻ തുടങ്ങും. നമ്മൾ ഇങ്ങനെയുള്ളതിനകത്ത് ആര് കൊണ്ടിടുന്നു? പിശാചിടുന്നു. നമുക്ക് ചില ഫോട്ടോ വീട്ടിൽ വെച്ചാലേ ആരാധന വെളിപ്പെടുകയുള്ളൂ. ഒരു ബോർഡ് യേശു എൻ്റെ ഭവനത്തിൻ്റെ കർത്താവെന്ന് എഴുതി വെച്ചാലേ നമുക്ക് സ്വസ്ഥത വരത്തുള്ളൂ. നമുക്കിങ്ങനല്ല, ഇതിൻ്റെ എല്ലാം പുറകെ വ്യാപരിക്കുന്ന ആരുണ്ടെന്ന് ഞാൻ പറയുന്നേ? പിശാചിനൊരു തന്ത്രമുണ്ട്. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യല്ലേ? വീണ് പോകല്ലേ. ഉയർപ്പിൻ്റെ ശക്തി നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, പുനരുത്ഥാനത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, നിങ്ങളെ സകല നാമത്തിലും മേലായവൻ നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. എത്ര ഒരു വിശ്വാസമുള്ളത്. അതുകൊണ്ട് പറയാം, ഭൂമിയെക്കുറിച്ച് പറയുക, യഹോവയാ ദൈവം. ഭൂമി അതിൻ്റെ പൂർണ്ണത ആരുടേതാ? യഹോവയുടെ. ഭൂതലവും അതിലെ നിവാസികളും ആർക്കുള്ളതാ? യഹോവയ്ക്കുള്ളതാ. യോഹന്നാന്റെ സുവിശേഷം 20-ാം വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 20-ാം വാക്യം, 20:17. യേശു അവളോട്, അതിന് ഗുരു എന്നർത്ഥം. യേശു അവളുടെ, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ, യേശു പറയും, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല, എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്, നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. യേശു പറയുന്ന വ്യക്തത നിങ്ങളുടെ അകത്ത് കിടക്കുന്നുണ്ടോ? നിങ്ങളെ യേശു ആരെന്നാ പറഞ്ഞേ? സഹോദരന്മാരെന്നാ പറഞ്ഞേ അല്ലേ? സഹോദരന്മാരെന്ന് യേശു പറഞ്ഞിട്ട് പറയുക, എങ്കിലും എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും. ആര്? നിങ്ങളുടെ അകത്ത് പിടികിട്ടുന്നോ? സ്വർഗത്തിലെ ദൈവം ആരാന്നാ പറഞ്ഞ? നിങ്ങളുടെ സ്വർഗത്തിലെ ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വപുത്രൻ്റെ ആത്മാവിനെ അവൻ എൻ്റെ മേൽ തന്നു. ഇന്നിപ്പോൾ അങ്ങടെ അകത്ത് മനസ്സിലാവുന്നുണ്ടോ? യേശുവിനോടുകൂടെ ഞാൻ കൂട്ടവകാശിയായത് ഏതിൽ കൂടെ? ആത്മാവിൽ കൂടെ. യേശുവിൽ കൂടെ ഞാൻ കൂട്ടവകാശിയാകുന്നത് ആത്മാവിൽ കൂടെ. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മടി കിട്ടും. എൻ്റെ പിതാവും, യേശു പറയും, എൻ്റെ അപ്പനും നിങ്ങളുടെ അപ്പനും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും മായവന്റെ അടുക്കൽ കയറിപ്പോകുന്നു എന്ന് അവരോട്. ഞാൻ എൻ്റെ അപ്പന്റെ അരികിലേക്ക് പോവുക. ആത്മാവിനാ നിങ്ങൾ ആരായി മാറി? ക്രിസ്തുവിനോട് സമനായി മാറി. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ആരായി മാറി? അപ്പനായി മാറി. ഇന്ന് പകലറിഞ്ഞ മക്കളെങ്കിലോ അവകാശികളാ. ഇത് നിങ്ങളുടെ അകത്ത് വെളിപ്പെടരുതെന്ന് ആരാഗ്രഹിക്കുന്നു?
പിശാച് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് നിങ്ങൾ ദാസ്യത്തിൻ്റെ ആത്മാവിലല്ല നിങ്ങൾ നിൽക്കേണ്ടത്, നിങ്ങൾ പുത്രത്വത്തിൻ്റെ ആത്മാവിലാണ്. അതുകൊണ്ട് യേശു പറ, നിങ്ങൾ എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് സ്തോത്രത്തോടെ അറിയിക്കാത്തറേ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ചിന്തയ്ക്കകത്ത് വരുന്നത് 3 ദിവസവും ഉപവസിച്ച് പ്രാർത്ഥിച്ചാലേ ഒരു വിടുതലുണ്ടാവുള്ളെന്നാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനകത്തറിയണം. ആത്മാവിൻ്റെ ഹിതത്തിലേക്ക് മാറിയ സ്വർഗവുമായിട്ടുള്ള കണക്ഷൻ നിങ്ങളുടേതായാൽ ഇന്ന് പകൽ പറഞ്ഞു അത്ഭുതങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് നടക്കും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ടോ? ഏറ്റെടുക്കുന്നവർക്ക് കർത്താവ് ചെയ്ത പ്രവൃത്തികളെ നിങ്ങളെ അകത്ത് വെളിപ്പെടണം. ആമീ. ഇപ്പം നിങ്ങൾ ആരിലേക്ക് വന്നു? പിതാവിലേക്ക് വന്നു. യേശു തന്നെ പറയുക, നിങ്ങൾ ആരാന്ന് പറഞ്ഞു? ഒന്ന് യേശു പറഞ്ഞു എൻ്റെ സഹോദരന്മാരെന്ന് യേശു പറഞ്ഞു. രണ്ടാമത് പറയുക എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും ഒന്നാന്ന് പറഞ്ഞു. യേശു ഈ ഭൂമിയിൽ അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങളുടെ കൈകളിലും അത്ഭുതം നടക്കും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു നിർത്തിയത് ഒരു സ്നാനം വരുന്നു, ഒരു പരിശുദ്ധാത്മാ സ്നാനം വരുന്നുണ്ട്, ഒരാത്മാവിനെ നിങ്ങളുടെ മേൽ പകരപ്പെടാൻ പോകുന്നുണ്ട്, ഒരാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ പകരുന്നുണ്ട്. അത് പിശാചിനെ ജയിച്ചവന്റെ ആത്മാവാ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു പറഞ്ഞു, പിശാച് വരുന്ന നറക്കാനും മുടിക്കാനുമാണെങ്കിൽ ഞാനോ നിങ്ങളെ സമൃദ്ധിയായി ജീവനെ നൽകുവാനാ. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിനാണ് ലൂക്കോസ് 10:19 പറയുന്ന പിശാചിന്റെ പദ്ധതി പറയാ, പാമ്പിനെ തേളിനെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒരു ദോഷവും നിങ്ങൾക്ക് സംഭവിക്കത്തില്ല. നിങ്ങളുടെ മേൽ ഇരിക്കുന്ന ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറയാ, മിലിത്യ എന്ന് പറയുന്ന ദ്വീപിനകത്ത് പൗലോസിന്റെ മേൽ കൈകളിൽ അണലി കടിച്ചു തൂങ്ങുമ്പോ പൗലോസ് അതിനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞിട്ട് നിൽക്കുന്നതിന്റെ കാരണം എന്നറിയോ? ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവ് അവന്റെ മേലുള്ളതിനാലാ. ഇന്ന് പകൽക്കാലം പ്രതികൂലത്തിനകത്തും പ്രതിസനത്തിനകത്തും ദുഃഖത്തിനകത്തും നിൽക്കുന്നെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറയണം, എന്റെ മേൽ വ്യാപരിക്കുന്നത് ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവാണ്. ഓ, പരാജയത്തിലല്ല ഞാൻ നിൽക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ കപ്പൽ ഛേദമുണ്ടായാൽ, അവ കാരാഗ്രഹത്തിൽ അടച്ചാൽ, ഈർച്ചവാളിന്റെ മുന്നിൽ നിന്നാൽ എന്നെ ഉയർത്തുന്നവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഓ, ദ്വീപിനകത്ത് ജനം നോക്കി നിൽക്കുമ്പോ പൗലോസിന്റെ കയ്യിൽ ഒരു അണലി കടിച്ചു തൂങ്ങിയ പൗലോസിനറിയാം, ഒരു പിശാചിനും എന്നെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല, ഒരു പിശാചിനും എന്നെ തകർക്കാൻ പറ്റത്തില്ല. എന്റെ മേൽ വ്യാപരിക്കുന്നത് ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവാ, എന്റെ മേൽ പകരപ്പെട്ടത് ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവാ. അല്ലെങ്കിൽ മിലിത്യ ദ്വീപിലുള്ള ബർബരന്മാർ നോക്കി നിൽക്കുമ്പോ പൗലോസിന്റെ കയ്യിൽ ഒരു അണലി കടിച്ചു തൂങ്ങുമ്പോ ജനം പറഞ്ഞു, ഇവൻ പാപിയായ ഒരു മനുഷ്യനാണ്, ഇവൻ ഇപ്പോ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ജനം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോ പൗലോസ് അതിനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. ആ ജന്തു തീക്കകത്ത് വീണ് അത് വെന്ത് മരിച്ചു പോകുമ്പോ പൗലോസിനകത്തൊരു കാര്യം അറിയാം. എന്താ കാര്യമെന്നറിയാമോ? ജനം കല്ലെറിഞ്ഞിട്ട് പൗലോസ് ചത്തുപോയെന്ന് പറഞ്ഞതിന് മധ്യത്തിൽ എഴുന്നേറ്റെങ്കിൽ പൗലോസിനൊരു കാര്യം അറിയാം, ഈ പ്രതിസന്ധിയിലോ ഈ അണലിയിൽ നിന്നോ ഒരു ഞാൻ ജയമെടുക്കുന്നവനാ ഇന്ന് വിശ്വസിക്കാമെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. പല നാളുകൾ കൊണ്ട് ഇതിന് പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ ജയിച്ചവൻ നിന്റെ കൂടെ ഇരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറയണം, ഞാൻ ഇതിന്മേൽ ഒരു ജയമെടുക്കാൻ പോകുകയാണ്. മിലിത്യ ദ്വീപിനകത്ത് പൗലോസ് എഴുന്നേറ്റ് നിന്നപ്പോ ഈ ബർബരന്മാർ കുറച്ചു നേരം നോക്കി നിന്നിട്ട് പറഞ്ഞു, ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ അസാധാരണനാണ്. ഇന്ന് പകൽ സഭയോട് ഞാൻ വിളിച്ചു പറയുക, നിങ്ങൾ സാധാരണക്കാരല്ല, നിങ്ങൾ ഒരു അസാധാരണനാണ്. എന്തുകൊണ്ട്? ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവ്. ഓ, ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവ്, ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിളിച്ചു പറ, ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവ്. ഓ, ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവ് എന്റെ മേൽ. ഹല്ലേലൂയ. വർഷാവർഷം ക്രൂശിക്കുകയും വർഷാവർഷം ഉയർപ്പിക്കുകയും ചെയ്യില്ല. എന്റെ മേൽ ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവുണ്ട്, എന്റെ മേൽ ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവുണ്ട്. അത് പിശാചിന്റെ തന്ത്രങ്ങളെ ജയിച്ചവന്റെ ആത്മാവ്. ഇന്ന് പകൽ വിളിച്ചു പറയണം, ഈ പ്രതിസന്ധിന് മുന്നിൽ ഞാനൊരു ജയാളിയായി മാറാൻ പോകുക. ഓ, വിശ്വസിക്കുന്നവർ മാത്രം, വിശ്വസിക്കുന്നവർ മാത്രം, വിശ്വസിക്കുന്നവർ മാത്രം, വിശ്വസിക്കുന്നവർ മാത്രം. ഓ, ദൈവത്തെ സ്തുതിക്കുക. യേശു പറയാ, യേശു പറയാ, നിങ്ങളുടെ പിതാവ് എന്റെ പിതാവ് ഒന്നാ, നിങ്ങളുടെ പിതാവ് എന്റെ പിതാവ് ഒന്നാ. ഓ, എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയാ, നിങ്ങളുടെ പിതാവ് എന്റെ പിതാവ് ഒന്നാ, നിങ്ങളുടെ ദൈവം എന്റെ ദൈവം ഒന്നാ. ഇന്ന് പകൽ വിളിച്ചു പറയാൻ പറ്റുമോ? യേശുവിനെ ഉയർപ്പിച്ചവനാണ് എന്നെയും ഉയർപ്പിച്ചത്.
ഹല്ലേലൂയ. പിശാച് തന്ത്രം മെനഞ്ഞുകൊണ്ടേയിരിക്കോ. പിശാച് എങ്ങനെ ഒരു വല്ല വിശ്വാസത്തിൽ കടന്നു വരുമ്പോ പിശാച് പറയും, ചിലർ പറയോ നീ പാവിയാ കേട്ടോ. ചിലർ നോക്കി പറയൂ നീ പാവിയാ. ഓ നിന്റെ പാപം കൊണ്ടാ നീ രക്ഷപ്പെടത്തില്ലാത്തേ. ഹല്ലേലൂയ. അവൻ ഈ ചിന്തയ്ക്കകത്ത് നിന്ന് 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 അവനങ്ങ് നശിച്ചു പോകും. പിശാചിന് ഇത്ര ആഗ്രഹമുള്ളൂ. എന്നാൽ ധൈര്യത്തോടെ പറയണം, പിശാചേ എന്നെ വിലയ്ക്ക് മേടിച്ച, ഓ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് മേടിച്ചവനുണ്ടല്ലോ. ഹല്ലേലൂയ. എൻ്റെ ഭാവിയെ നോക്കി പിശാച് നീ പ്രവചിക്കുമൊന്നും വേണ്ട. ഹല്ലേലൂയ. എൻ്റെ മേൽ വ്യാപരിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് കൊരിന്ത്യലേഖനക്കാരൻ പറഞ്ഞു, ഞാൻ ഇനി ജഡപ്രകാരം എൻ്റെ കർത്താവിനെ അറിയുന്നില്ല, ഞാൻ അറിയുന്ന എൻ്റെ ആത്മാവിലാണ് അറിയുന്നു. ഓ വിശ്വസിക്കുന്നവർ എത്ര പേര് വിശ്വസിക്കും? നിങ്ങളെ ചെറിയ ചില കാര്യങ്ങൾക്കകത്ത് പിശാച് തന്ത്രം മെനഞ്ഞിടുക. നിങ്ങൾ അയ്യോ നിങ്ങൾ കുറവുള്ളവരാ, ഓ നിങ്ങൾ ഇന്ന പ്രശ്നമുള്ളവരാ, നിങ്ങളുടെ നാവ് ശരിയല്ല, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പിശാച് നിങ്ങളെ തകർത്തോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ പറയും, ശരിയായിരിക്കും കേട്ടോ, ഞാനന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടാ എനിക്കിതുണ്ടായത്. ഇന്നെല്ലാം ചിന്തിച്ചോ, ഇതെല്ലാം പിശാചിന്റെ തന്ത്രമാ കേട്ടോ. അതിന്ന് ജയിപ്പിക്കുന്നവന്റെ ഉയർത്തെഴുന്നേറ്റവന്റെ ഒരു ആത്മാവുണ്ട്. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഓ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവോ എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും ഒന്നാ കേട്ടോ. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? യേശുവിൻ്റെ ദൈവം എൻ്റെ ദൈവമാണെങ്കിൽ ഇന്ന് പകൽക്കാലം അഖിലാണ്ടത്തെ ഉണ്ടാക്കിയവൻ എൻ്റെ അപ്പനാന്ന് ധൈര്യത്തോടെ വിളിച്ചോട്. എനിക്കൊരു ദൈവമുണ്ട്. ഞാൻ എൻ്റെ അപ്പൻ്റെ മകനാണെങ്കിൽ എൻ്റെ പ്രശ്നത്തെ എനിക്ക് ജയിക്കുവാൻ പറ്റുമോ? ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ പിശാചിന്റെ തന്ത്രങ്ങൾ ഇന്ന് നിങ്ങൾ വിശ്വാസത്തെ വിളിച്ചു പറയണം. നിങ്ങളുടെ ഭാവിക്കെതിരായി നിൽക്കുന്നതിനെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയണം, പിശാച് നിന്റെ തന്ത്രം നടക്കത്തില്ല. പിശാച് തന്ത്രം ഇട്ടെങ്കിൽ ഒരു ചെങ്കടൽ ഒരു തന്ത്രമാണെങ്കിൽ അതിനപ്പുറം ആത്മാവ് നിപ്പുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് മോശയോട് പറഞ്ഞ്, മോശെ നീ നിലവിളിക്കാൻ വരട്ടെ, നിന്റെ കൈയൊന്ന് നീട്ടുക, നിന്റെ കൈയിലേക്ക് വടിയെ നീട്ടുക, അത് ചെങ്കടലിനെ വിഭാഗിക്കുക. ഇന്ന് ആത്മാവിനകത്ത് ദൂത ഞാൻ വിളിച്ചു പറയുന്നത്, നിന്റെ പ്രശ്നത്തെ നോക്കി നീ പ്രവചിക്കുക, നിന്റെ പ്രശ്നത്തെ നോക്കി പ്രവചിക്കുക. യേശു പ്രവചിച്ച പോലെ പ്രവചിക്കുക. ഒരു അത്ഭുതം നടക്കാൻ പോകുക. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയാ, ഒരു അത്ഭുതം നടക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിന്റെ അത്ഭുതം. എല്ലാ ചിന്തകളും മാറിപ്പോട്ടെ. ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവിന്റെ ശക്തി ഇപ്പോൾ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ശക്തി വ്യാപരിക്കട്ടെ. യേശു കർത്താവ് ഹല്ലേലൂയ 3.5 വർഷക്കാലം ഈ ഭൂമിയിലായിരിക്കുമ്പോ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഇന്ന് പകൽ അറിയണം, യോഹന്നാന്റെ കൈക്കേടിൽ സ്നാനപ്പെട്ടപ്പോ സ്വർഗം തുറന്നില്ല. പക്ഷേ സ്വർഗം തുറക്കുന്ന ഒരു സ്നാനമേ ഉള്ളൂ, ആത്മാവിൽ സ്നാനപ്പെടുക. യേശുവിന്റെ നാമത്തെ സ്നാനപ്പെടുന്നതിന് വേണ്ടി സ്വർഗം തുറക്കവോ. എന്റെ കൂടെ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എത്ര പേരുണ്ട്? കാരണം സ്വർഗത്തിൽ നിന്ന് വരുന്നത് ആത്മാവ്. ഓ ഇന്ന് പകൽ അറിഞ്ഞോ, നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഒരു ആത്മാവ് വരിക. യോഹന്നാൻ പറഞ്ഞു, ഞാൻ മാനസാന്തര സ്നാനം നടത്തുന്നു. അതുപോലെ ഇന്ന് പകൽ യോഹന്നാൻ ഒരു പ്രവാചക ശുശ്രൂഷകനാണെങ്കിൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനെ തീയാലെ സ്നാനപ്പെടുത്താൻ പോകുക. അതാണ് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിനകത്ത് വിളിച്ചു പറയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് പെരുവെഴുത്ത് പറയും പോലെ ജീവജല നദികൾ ഒഴുക. ഇന്ന് പകൽ അറിഞ്ഞോ, നിന്റെ അകത്തുനിന്ന് ജീവജല നദി ഒഴുകാൻ പോവുക. നിന്റെ അകത്തുനിന്ന് ജീവജല നദി. ഇന്നലെ വരെ ഡെത്തായത് ഇന്ന് ജീവിക്കാൻ പോവുക. ഇന്നലെ വരെ നടക്കത്തില്ലെന്ന് പറഞ്ഞ് ഇന്ന് നടക്കാൻ പോവുക. ഇന്നലെ വരെ സംഭവിക്കാൻ പോവുക. ഒരു പെരുത്ത മീൻകൂട്ടം വരാൻ പോകുക. ഒരു പെരുത്ത അത്ഭുതം നടക്കാൻ പോവുക. ഇന്ന് പകൽ നിന്റെ ശരീരത്തിനകത്ത് രോഗമുണ്ടെങ്കിൽ ഇന്നത് സൗഖ്യമാകാൻ പോവുക. എന്നതിരെ ഒരു ജീവജല നദി ഒഴുകാൻ പോവുക. ഓ ജീവജല നദികൾ ഒഴുകാൻ പോവുക. ഇന്ന് പകൽ ആത്മാവിനാ
യേശുവിന്റെ നാമത്തിൽ ജീവജല നദികൾ ഒഴുക. യേശു പറഞ്ഞു ഞാൻ വന്നത് പരിശുദ്ധാത്മാവിനോ തീയാലോ സ്നാനപ്പെടുത്തുവാനാ. നീ സ്നാനപ്പെടുമ്പോ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കുകയോ എന്ന കാര്യമറിയോ? സ്വർഗത്തിന്റെ ആത്മാവ് ഇറങ്ങുകയോ, അത് സ്വർഗത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങുക. അത് പറയുന്നു സഖിയോ മാളിയ മുറിയിൽ ആത്മാവ് ചിലരുടെ മേൽ അത് പതിക്കുവാൻ തുടങ്ങി. ഓ യേശുവിന്റെ നാമത്തെ സഖിയോ മാളി മുറിക്കകത്ത് ആത്മാവ് ഓരോരുത്തരുടെ മേൽ പതിക്കുവാൻ തുടങ്ങി. അവർ നോക്കി നിൽക്കുമ്പോ അഗ്നിനാവുകൾ വെളിപ്പെട്ടു. ഇന്ന് പകൽ യേശുവിന്റെ സ്ഥാനം, സ്വർഗം തുറക്കുന്ന സ്ഥാനം, ആത്മാവ് പകരപ്പെടുന്നു. ആത്മാവ് പകരപ്പെടുന്നു. ഈ സഭയ്ക്കകത്ത് ആത്മാവ് പകരപ്പെടുന്നു. ഇന്ന് നിന്നെ മുടിച്ചതിനെ ജയമെടുക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ നദി ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ നദി, ആത്മാവിന്റെ നദി, ആത്മാവിന്റെ നദി ഇരു കരകളും നിറഞ്ഞൊഴുകാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ചില നഷ്ടപ്പെട്ടത് വെട്ടുക്കിളി തുള്ളലും തിന്ന് മുടിച്ച കാലം മടങ്ങി വരുക. യേശുവിന്റെ നാമത്തിൽ ഈ പകൽ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. വിശ്വസിക്കുന്നവന്റെ അകത്തൂന്ന് ജീവജല നദികൾ ഒഴുക. വിശ്വസിക്കുന്നവന്റെ അകത്തൂന്ന് ജീവജല നദികൾ ഒഴുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. 7:39 വന്നപ്പോൾ പറയുക, അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ച്. ഓ, ഈ പുനരുദ്ധാനത്തെ വിശ്വസിക്കുന്നുണ്ടോ? യേശു ഉയർത്തെഴുന്നേറ്റ് അവന്റെ ആത്മാവിൽ ഞാൻ സ്നാനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇത് യേശു പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? അല്ലെ, അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ച്. ഈ നദിയെ കുറിച്ച് പറയുക. തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, ഓ വിശ്വസിച്ച സ്ഥാനമേറ്റവർക്ക്. ഇന്ന് പകൽക്കാലം പറഞ്ഞ പിശാചിന് ചില തന്ത്രങ്ങളുണ്ട് കേട്ടോ. പിശാചിന്റെ തന്ത്രത്തിൽ അറിഞ്ഞോണം. കൊച്ചിനെ എടുത്ത് തൊട്ടിയിലിട്ട് മുക്കുന്നത് പിശാചിന്റെ തന്ത്രമാ. ആത്മാവ് വരത്തില്ല. ഓ, നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? പിടികിട്ടിയോ? പള്ളിക്കകത്ത് വെച്ച് ഒരു കുഞ്ഞിച്ചിരെ പോകുന്ന 3 മാസമായ കൊച്ചിനെ വെള്ളത്തിൽ മുക്കുന്നതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നത് പിശാചിന്റെ തന്ത്രമാ. ആമേ, ആ മുക്കിനകത്ത് ഒരാത്മാവും തുറക്കത്തില്ല. ഒരുത്തൻ വിശ്വസിച്ചുകൊണ്ട്, ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ പറഞ്ഞോ, അവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച് പറഞ്ഞ. ഒരുത്തൻ വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ അരികിൽ വരുമ്പോ അവന്റെ മേൽ സ്വർഗം തുറന്നിട്ട് അവന്റെ മേൽ ആത്മാവിനെ പകരപ്പെടുക. ഇതാ പത്രോസ് പറയുന്നത്, ഇതാ പൗലോസ് പറയുന്നത്. അതാ പറയുന്നു, ആത്മാവിന്റെ സ്നാനം അതാണ്. ആത്മാവിന്റെ സ്നാനപ്പെട്ടവനെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം അത് ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവാ. കല്ലറകളെ ഭേദിച്ചവന്റെ ആത്മാവാ. ആമി പ്രതിശാചിനെ ജയിച്ചവന്റെ ആത്മാവാ. വാഴ്ചകളെ കാൽക്കൽ വെച്ചിച്ചവന്റെ ആത്മാവാണെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറഞ്ഞ ഇതേ ആത്മാവ് എന്റെ മേലുണ്ട്. ഓ, എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, ആ ഉയർത്തെഴുന്നേറ്റവന്റെ അതേ പുനരുത്ഥാനത്തെ ശക്തി എന്റെ മേൽ വ്യാപരിക്കുന്ന വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാ. ഓ, ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന വാക്കിനകത്ത് അവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. അപ്പോൾ വിശ്വസ്ഥാനമറ്റവർക്ക് ഈ ആത്മാവിനെ ലഭിച്ചു. എന്നിട്ട് പറയാം, യേശു അത് അന്ന് ഈ പറയുമ്പോ യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായാൽ ഈ എന്താ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായാൽ ആത്മാവ് വന്നിട്ടില്ല. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശു കള്ളന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. എങ്ങനെ എഴുന്നേറ്റു? തേജസ്സിൽ യേശു എഴുന്നേറ്റു. എൻ്റെ കൂടെ ഉണ്ടോ? യേശു തേജസ്സിൽ എഴുന്നേറ്റു.
അതുകൊണ്ട് അവന്റെ വസ്ത്രം മിന്നുന്ന വെണ്മ പോലായി. ഓ, ഇന്ന് പകൽ ചിലരുടെ എല്ലാ അരികിൽ അവൻ വെളിപ്പെട്ടു. ആമീൻ. അടഞ്ഞിരുന്ന വാതിലിനകത്ത്, അടഞ്ഞിരുന്ന മുറിക്കകത്ത് പത്രോസ്, യോഹന്നാൻ, യാക്കോബും എല്ലാം ഇരുന്ന് ശ്വാസം വിടാതെ പേടിച്ചിരിക്കുക. അവരുടെ മധ്യത്തിലേക്ക് യേശു എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. തേജസ്സിൽ വെളിപ്പെടുന്നവനെ ഇന്ന് പകലറിഞ്ഞോ, തേജസ്സിൽ വെളിപ്പെടുത്തുന്നവനെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. തേജസ്സിൽ നിൽക്കുന്നവനെ ഒരു ശക്തിക്കും ഇന്ന് പകൽ. അതുകൊണ്ട് അവർ തണ്ടിന്മേൽ വെച്ച് വിളക്ക് പോലെ തേജസ്സിൽ വെളിപ്പെട്ടവൻ. എത്ര പേര് ഇതിനകത്ത് വിളിച്ചു പറയുന്നുണ്ടോ, എന്റെ മേൽ പകരപ്പെടുന്ന തേജസ്സിന്റെ ആത്മാവ, യേശുവിന്റെ മേൽ പകരുന്ന പുനരുദ്ധാനത്തിന്റെ ആത്മാവ, യേശു ഉയർത്തെഴുന്നേറ്റു. ഓ റസദൽഖാന വൈഡബ, യേശുവിന്റെ നാമത്തിൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട് ഇന്ന് പകൽ? തേജസ്സുള്ളവന്റെ ആത്മാവ്, ഓ തേജസ്സുള്ളവന്റെ ആത്മാവ്, എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയും? ആമി. യേശു പറഞ്ഞു, ആമി, യേശു തേജസ്കരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ആമേൻ. പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. യേശു തേജസ്കരിക്കപ്പെട്ടു. യേശു തേജസ്കരിക്കപ്പെട്ടതിന് ശേഷം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. തേജസ്കരിക്കപ്പെട്ടവൻ യേശു അടുത്ത് ചെന്നു. ഇപ്പൊ എവിടുത്തെ യേശു വരുന്നേ? കല്ലറകളെ ഭേദിച്ചു, ഉയർത്തെഴുന്നേറ്റു, തേജസ്സിൽ യേശു വെളിപ്പെടുക. യേശു വന്നിട്ട് പറയുക, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. തേജസ്കരിക്കപ്പെട്ടവൻ ഇന്ന് പകലറിഞ്ഞോ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശു പറഞ്ഞു എൻ്റെ മേൽ വന്നു. പിടികിട്ടിയോ? സകല അധികാരവും എൻ്റെ മേൽ വന്നു. ഇന്ന് പകലറിഞ്ഞോ, ഈ യേശു കെട്ടുകളെ അഴിച്ചു കളയും. ഈ യേശു രോഗിയെ സൗഖ്യമാക്കുക. ഈ യേശു അത്ഭുതങ്ങളുടെ ദൈവമാ. ഈ യേശു വിടുവിക്കുന്ന ദൈവമാ. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. യേശു ഇവിടെ പറയുവാണ്, ഹല്ലേലൂയ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം ആര് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞു? ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഓ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ ഒരു യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ കാൽ കല്ലിത്തട്ടി പോകാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. യേശുവിനെ വിശ്വസിച്ച് ആരാധിക്കാൻ റെഡിയാണെങ്കിൽ നിന്റെ കുടുംബം ചതറിപ്പോകുന്ന നാട്ടുകാർ പ്രവചിച്ചാൽ അത് പ്രവചനം അവിടെ നിൽക്കത്തേ ഉള്ളൂ. നീ ഉയർച്ച തന്നെ പ്രാപിക്കുക, അത് താഴ്ച പ്രാപിക്കത്തില്ല. നിന്റെ മേൽ വ്യാപരിക്കുന്നത് ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവ്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവ് ഒരുവന്റെ മേൽ പകരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലറിഞ്ഞോ, നീ ഒരു ജയമായി മാറാൻ പോവാം. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? യേശു ക്രിസ്തുവിലേക്ക് വിശ്വസിക്കുന്ന ഒരുത്തരോട് പറയുക, റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ആമേൻ. റിസറക്ഷൻ പവർ നമ്മുടെ മേൽ വന്നാൽ നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇന്ന് ഏതെങ്കിലും വിഷയത്തിൻ്റെ മുകളിൽ സമാധാനമില്ലെങ്കിൽ ഈ ദിവസം എഴുതി വെച്ചോ, നിനക്കുള്ള സമാധാനം ദൈവം തരും. ഇന്ന് പകൽക്കാലം നീ കണ്ണീരൊഴുക്കിക്കൊണ്ട് നടക്കാൻ സ്വർഗം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. നീ ഒരു പ്രതിസന്ധിക്കകത്ത് നിൽക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. പക്ഷെ നിന്റെ അകത്തൊരു തിരിച്ചറിവ് ഇന്ന് പകലുണ്ടാകണം. ഹല്ലേലൂയ. ചിലതിനെ ഉപേക്ഷിക്കേണ്ടതിനെ ഇന്ന് പകലിൽ ഉപേക്ഷിച്ച് കഴിയണം. നിന്റെ അകത്തെ ചിന്ത. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞ ചിലര് അവൻ ശബത്തിനോടുള്ളത്, ഹല്ലേലൂയ, ചിലത് ശബത്തിനോടുള്ള, ചിലത് പെരുന്നാളിനോടുള്ള, ചിലത് അതിൽ നിന്നല്ല എന്ത് ചെയ്യണം, ഒഴിവാകണം. ചിലതിനകത്ത് വീട്ടിനകത്ത് വേണ്ടാത്ത ഒന്നും വെക്കൽ എടുത്തു കളഞ്ഞോണം. വീടിനകത്ത് ഒരു രൂപക്കൂട് വേണ്ട. അനുഗ്രഹത്തെ തടയുന്നതാണെങ്കിൽ അനുഗ്രഹത്തെ തടയുന്ന നിന്റെ ജീവിതത്തിനകത്ത് പാടില്ല. നീ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവനായി മാറണം. ഇന്ന് പകലിൽ വ്യക്തതയോടെ ഞാൻ പറയാം, ഒരുവനെ വിശ്വസിച്ചുകൊണ്ടാണ് നീ നിൽക്കുന്നെങ്കിൽ,
വിഗ്രഹങ്ങളുടെ മുന്നിൽ നിൽക്കാതെ ധൈര്യത്തോടെ വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലാണ് നിൽക്കുന്നെങ്കിൽ ഇന്ന് പകലിലും എഴുതി വെച്ചോ, നിന്റെ ചരിത്രം ദൈവം തമ്പുരാൻ മാറ്റും. നിന്റെ ചരിത്രത്തെ ദൈവം തമ്പുരാൻ മാറ്റും. ഇന്ന് എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയും ഹല്ലേലൂയ? ആ ഉയർത്തെഴുന്നേറ്റവൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉള്ളതിനാൽ. റോമാലേഖനം 4-ാം അധ്യായം 25-ാമത്തെ വാക്യം പറയുന്നു, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്ക് കണക്കിടുവാൻ. യേശുവിനെ ഉയർപ്പിച്ചവൻ തന്നെ എന്നെ ഉയർപ്പിച്ചു. ഏതാത്മാവ് എൻ്റെ മേൽ നിൽക്കേണ്ടത്? സ്വർഗത്തിലെ ആത്മാവ്. സ്വർഗത്തിലെ ആത്മാവിനാൽ നടത്തപ്പെടുന്നു. ഇന്ന് പകൽ ഒറ്റ വാക്കൂടെ വായിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ ആരുടെ ആത്മാവിനാൽ നടക്കണം? ഉയർത്തെഴുന്നേറ്റവൻ്റെ ആത്മാവിന്. നിങ്ങളുടെ വീടിനകത്ത് വന്ന് കണ്ണ് വെട്ടിച്ച് തല കുലുക്കിയിട്ട് ഇരുട്ടിൻ്റെ പോരാട്ടം ഉണ്ടെന്ന് പറയുന്നവനെ അന്നേരം ഇറക്കി വിട്ടോണോ? രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവൻ്റെ വീട്ടിലല്ല പോരാട്ടം നിൽക്കുന്നത്. അത് പറമ്പിൽ നിന്നോളും, അകത്ത് കയറത്തില്ല. പോരാട്ടം എവിടുന്നാണ് ഉണ്ടാകുന്നത്? പോരാട്ടം ഒരു ദിവസം പഠിപ്പിക്കുന്നതൂടെ. പോരാട്ടം എവിടെയാണ് ഉണ്ടാകുന്നത്? നിന്റെ ചില ചിന്താഗതികൾക്കകത്ത് പോരാട്ടം ഉണ്ടാവും. ഉൽപ്പത്തി പറഞ്ഞതുപോലെ പിശാചിന് ചില തന്ത്രങ്ങളുണ്ട്. ഈ തന്ത്രങ്ങൾ വീഴുമ്പോഴാണ് പോരാട്ടം വരുന്നേ. അതാരാൽ സംഭവിക്കുന്നു? നമ്മളാൽ സംഭവിക്കുക. എന്നാൽ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നടത്തപ്പെടുന്നവനെ ഇന്ന് പകൽ പറഞ്ഞു അവനെ ഒന്നിനും തോൽപ്പിക്കാൻ പറ്റത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതുകൊണ്ട് ഗലാത്യ ലേഖനം ഒറ്റ വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് ക്രിസ്തു നമ്മളെ വിലക്ക് മേടിച്ചു. എന്നിട്ട് പറയുവാണ്, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത. ഏതാത്മാവെന്ന് പിടികിട്ടിയോ? ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവ്. ആമേൻ. അതിനെ ഞാൻ എന്ത് ചെയ്തു? വിശ്വാസത്താൽ പ്രാപിച്ചു. പ്രാപിച്ചവർക്ക് വാഗ്ദത്തം റിലീസ് ചെയ്യുന്നേ. പിടികിട്ടിയോ? ഈ ആത്മാവിന്റെ നിയോഗത്തിനകത്തും ആത്മാവിന്റെ വിശ്വാസത്തിനകത്തും ഞാൻ ഇന്നും പറയുക, നിങ്ങളുടെ നടപ്പിലും എടുപ്പിലും പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവിന് യോഗ്യമാകണം. പണ്ട് നടന്ന ചില കാര്യങ്ങളുണ്ട്. പണ്ട് നടന്ന വിശ്വാസത്തിൽ നടന്നൊരു കഥയുണ്ട്. നിങ്ങളായിരുന്ന സമുദായത്തിൽ നടന്നൊരു കഥയുണ്ട്. ആ കഥ ഇതിനോട് കമ്പയർ ചെയ്യല്ലേ. അവിടുത്തെ ഒരാചാരങ്ങളും നിന്റെ അകത്ത് വരെ നീ ഉയർത്തെഴുന്നേറ്റവൻ്റെ ആത്മാവാ. പഴയ ആത്മാവിനെ എപ്പോഴും അറിഞ്ഞോ? ഇന്നും ഈസ്റ്റർ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അടുത്ത വർഷം വീണ്ടും ഈസ്റ്റർ വരുന്നുണ്ട്. അതിനടുത്ത വർഷം വീണ്ടും ഈസ്റ്റർ വരുന്നുണ്ട്. യേശു ക്രിസ്തു വന്നു പോയാലും ഈസ്റ്റർ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ യേശു വരുമ്പോൾ കൂടെ പോകുന്നത് ആത്മാവിനെ പ്രാപിച്ചവരാ. ഇതൊരു സിസ്റ്റമാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു ദുഃഖവെള്ളി ഒരു സിസ്റ്റമായിരുന്നു. പഴയ കാലഘട്ടത്തിൽ പുരോഹിതന്മാർ യാഗപീഠത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം മാറി, അടുത്ത സിസ്റ്റം വന്നു. തൻ്റെ പുത്രനെ പിതാവാൻ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. മാനവരാശിയുടെ പാപത്തിൻ്റെ മോചനത്തിനായി യേശു കാൽവറി ക്രൂശിൽ മരിച്ചു. എല്ലോഹി എല്ലോഹി ലമാ ശബസ്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ച് പ്രാണനെ വിട്ടു. സകലവും നിവർത്തീകരിച്ചു. മാനവരാശിക്ക് വേണ്ടിയുള്ള പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി യേശു തൻ്റെ രക്തം ചിന്തി ഉയർത്തിന് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അവൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങി. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യമേ ഉയർത്തെഴുന്നേക്കും. ഈ പകലിലറിഞ്ഞോണം. രണ്ടാമത്തെ സിസ്റ്റം, ഇനി വരാൻ പോകുന്നൊരു സിസ്റ്റമുണ്ട്. യേശു കർത്താവിൻ്റെ വരവ്. അതിനായി ഒരുക്കപ്പെടുന്നവരായി മാറണം. ഹല്ലേലൂയ. ഇന്ന് പകലിലറിയണം, ഈ ആത്മാവുള്ളവൻ പിശാചിനെ ജയിക്കും. ഇന്ന് പകലിൽ നിങ്ങളുടെ അകത്തറിയുന്നുണ്ടോ? ഈ സിസ്റ്റത്തിനകത്ത് നിൽക്കുമ്പോൾ, ഇതിനകത്ത് നിൽക്കുമ്പോൾ പഴയതൊന്നും നിങ്ങളുടെ വീട്ടിൽ വേണ്ട. പഴയ ചിന്തകൾ, പഴയ ബോർഡുകൾ, പഴയ കുന്തിരിക്ക പാത്രങ്ങൾ, പഴയ കുരുത്തോലകൾ ഒന്നും നിങ്ങളുടെ വീട്ടിൽ വേണ്ട. ഒരു സംഭവവും നിങ്ങളുടെ വീട്ടിൽ പാടില്ല.
കാരണം ഇതെല്ലാം പഴയ ആചാരങ്ങൾ നിങ്ങളുടെ വീടിനകത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഇത് യോർദാനിലെ വെള്ളം, ഇത് ഗലീലെ വെള്ളം, ഇതൊന്നും നിന്നെ സൗഖ്യമാക്കിയല്ല, അവൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വരും. ഹല്ലേലൂയ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാ. ദൈവം യേശു ഇത്രേ പറഞ്ഞുള്ളൂ, ഈ ആത്മാവുള്ളവൻ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. ഈ ആത്മാവുള്ളവൻ ഒഴിവൊഴിവുള്ളവനല്ല, ഈ ആത്മാവുള്ളവൻ ജീവനുള്ളവനാ. ഈ ആത്മാവുള്ളവൻ്റെ മേൽ പകരപ്പെടുന്ന ജീവനാ. അവൻ്റെ ഭാവിയെ കരുതുന്ന സ്വർഗത്തിലെ ദൈവമാ. ഇന്ന് മനുഷ്യൻ പറയും, നിൻ്റെ കുഞ്ഞ് ഇത്രയൊന്നും പോകത്തില്ല, നിൻ്റെ കുഞ്ഞ് ഇതൊന്നും ആകത്തില്ല. ഒരു കാര്യം നിങ്ങളുടെ അകത്തുറഞ്ഞണം, ആടിനെ മേയിച്ചു നടന്നവനവനെ രാജകൊട്ടാരത്തിൽ രാജാവാക്കിയത് എൻ്റെ കർത്താവാ. ഹല്ലേലൂയ. ആമീൻ. 75-100 വയസ്സായപ്പോഴും തലമുറ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞവൻ തലമുറയെ കൊടുത്ത് അനുഗ്രഹിച്ചൊരു ദൈവം എനിക്കുണ്ട്. ഓ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമീൻ. രാത്രിയും പകലും പ്രാർത്ഥിച്ചത് മുഴുവൻ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് സക്കറിയാവ് ധൂപം കാട്ടുവാൻ ആലയത്തിൽ ചെല്ലുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്നത്, സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറയാം, സക്കറിയാവേ, നിന്റെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞു. ആമേ നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചത് മറന്നുപോയതോ മറക്കു പോകാത്ത ഒരു സ്വർഗം നിനക്കുണ്ട്. നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതിനൊരു മറുപടി സ്വർഗത്തിലെ ദൈവം തരും. അതുകൊണ്ട് സക്കറിയാവിന് അന്താളിപ്പായി പോയി. സക്കറിയാവ് കണ്ണുതൽ നിൽക്കി, ഏതാ പ്രാർത്ഥിച്ച വിഷയം? ഉടനെ സ്വർഗത്തിലെ ദൈവം പറയുന്നു, സക്കറിയാവേ, നിനക്കൊരു തലമുറയെ ലഭിക്കാൻ പോകുക, അവന് യോഹന്നാൻ എന്ന പേര് വിളിക്കണം. ഇന്ന് പകൽക്കാലം അറിയണം, അവൻ മരുന്നുകൾ കഴിച്ചിട്ട് ഒരത്ഭുതം നടക്കാതിരുന്നവൾ ആലയത്തിൽ വന്നിരുന്ന സ്വർഗത്തിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞപ്പോ അവക്ക് ദൈവം തമ്പുരാൻ കൊടുത്തത്, വചനത്തിനകത്ത് നോക്കിയാൽ ഏറ്റവും വലിയ പ്രവാചകനെ ദൈവം തമ്പുരാൻ കൊടുത്തെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്തറിയണം, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവാണെങ്കിൽ, ഇന്ന് പകൽ നിങ്ങളുടെ മേൽ ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവാണെങ്കിൽ, ഒരു മന്ത്രവാദിക്കോ ഒരു രോഗബന്ധനത്തിനോ ഒരു കടഭാരത്തിനോ നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. നീ ആത്മാവിൽ ആരാധിക്കുന്നവനാണെങ്കിൽ നിനക്ക് വേണ്ടി കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്ന പോലെ സ്വർഗത്തിലെ ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്തുക. അവൻ സർവശക്തനായ ദൈവമാണ്. ഇന്ന് പകൽ അറിയണം, എന്റെ ഭാവിയെ അറിയുന്നവൻ എന്നോട് കൂടെ ഇരിപ്പുണ്ട്. എന്റെ ഭാവിയെ അറിയുന്നവൻ. ഇന്ന് നിന്റെ ഭാവിയെ നോക്കി പ്രവചിക്കുന്നവരോട് വിളിച്ചു പറ, എന്റെ ഭാവിയെ അറിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. എന്തുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു? യേശുവിന്റെ പിതാവ് എന്റെ പിതാവ് ഒന്നായതിനാൽ, യേശുവിന്റെ പിതാവ് എന്റെ പിതാവ് ഒന്നായതിനാൽ, യേശുവിന്റെ ദൈവവും എന്റെ ദൈവവും ഒന്നായതിനാൽ ഇന്ന് ധൈര്യത്തോടെ ഞാൻ വിളിച്ചു പറയൂ, എന്നെ കരുതാവുന്ന ഒരുവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കരുതുന്ന ദൈവം അത്രേ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയാം, എന്റെ മേൽ പകരപ്പെട്ടത് ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവാ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവ് ഇന്ന് പകൽ ഇത് അങ്ങടെ അകത്തറിയണം. അതുകൊണ്ട് പറയുന്നത് അതുകൊണ്ട് വചനത്തിനകത്തുനിന്നുകൊണ്ട് പറയുക. കൊരിന്ത്യർ ലേഖനക്കാരൻ വിളിച്ചു പറയുന്നു, സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കല്ലേ. എന്തിനു വേണ്ടി എന്നറിയുമോ? ആത്മാവിന്റെ ശക്തി പ്രാപിരിപ്പാൻ, ആത്മാവിന്റെ നിയോഗം വെളിപ്പെടുവാൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് ഒരുവൻ ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ, ആത്മാവിന്റെ ശക്തി നിങ്ങൾ നടത്തപ്പെടുമ്പോൾ നിങ്ങളുടെ വഴികളെ ദൈവം തമ്പുരാൻ തുറക്കും. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നെഗറ്റീവിനെ അല്ല നിങ്ങളുടെ അകത്ത് കേൾക്കേണ്ടത്. ഞാൻ പറയുന്ന പിശാച് ചില തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കും. പിശാച് നിങ്ങളെ പഴയ സിസ്റ്റത്തിൽ കൊണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇന്നതിനെ വിവേചിച്ചോണം. ഉയർത്തെഴുന്നേറ്റവൻ്റെ ആത്മാവാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശൈലി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശൈലി ഉയർത്തെഴുന്നേറ്റവൻ്റെ ആത്മാവിലാകണം. ഹല്ലേലൂയ. എന്നെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ നിങ്ങളെ നടത്താൻ പരിശുദ്ധാത്മ അവൻ്റെ ഹിതപ്രകാരം നടത്തിക്കൊള്ളും. ഹല്ലേലൂയ. ഒരു ദോഷവും നിനക്ക് സംഭവിക്കത്തില്ല. അതുകൊണ്ട് റോമലേഖനമാണ്, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരാ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം ഉയർത്തെഴുന്നേറ്റവൻ്റെ ആത്മാവ് ഒരുവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് പകലറിയണം, ഒരു ദോഷവും എനിക്ക് വരത്തില്ല. എത്ര പേര് വിശ്വാസത്തോടെ പറഞ്ഞത്? കണ്ണുകളെ അടച്ചേ, ഒരു ദോഷവും എനിക്ക് വരത്തില്ല, എൻ്റെ തലമുറയ്ക്ക് വരത്തില്ല, എൻ്റെ ഭവനത്തിൽ വരത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ നിന്ന് പ്രാർത്ഥിച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ഭാവിയെ നല്ലവണ്ണം അറിയുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. ഹല്ലേലൂയ. എന്നെ നടത്തി പരിപാലിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എനിക്ക് ഒരു ദോഷവും വരത്തില്ല. വിശ്വാസം വിളിച്ച് പറഞ്ഞ്, ഒരു ദോഷവും വരത്തില്ല, എൻ്റെ തലമുറയ്ക്ക് ഒരു ദോഷവും വരത്തില്ല, എൻ്റെ ഭവനത്തിനൊരു ദോഷവും വരത്തില്ല,
വരത്തില്ല. ഹല്ലേലൂയ. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ കൂടെ ഉള്ളതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട്, ഒരു മനുഷ്യൻ്റെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യൻ്റെ മനസ്സിൽ നിരൂപിക്കാത്ത തരത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവിക ആത്മാവ് എൻ്റെ മേലുണ്ട്. അല്ലെങ്കിൽ വിശ്വാസത്തോടെ ഇന്ന് ഞാൻ പല വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ പണ്ട് സമുദായത്തിൽ പോയപ്പോഴത്തെ ആത്മാവിനെ അല്ല നിങ്ങളുടെ മേൽ ഇരിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റവൻ്റെ ആത്മാ, റിസറക്ഷൻ പവറാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ഇന്ന് പകൽ തിരിച്ചറിയണം. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ഇന്ന് പകലിൽ അങ്ങയുടെ വലിയൊരു സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ, ഹല്ലേലൂയ, ഇന്ന് പകലിൽ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങൾ തിരിച്ചറിയുന്നു. യോഹന്നാൻ, ഹല്ലേലൂയ, മാനസാന്തര സ്നാനങ്ങൾ നടത്തിയിരുന്നെങ്കിലും അതൊരു സ്നാനമല്ല. എന്നാൽ യേശു കർത്താവ് അവൻ വന്നത് അവൻ്റെ ആത്മാവിനെ പകരുന്ന സ്നാനമാണ്. അവൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ പകരപ്പെട്ടപ്പോൾ, അവൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ അവൻ്റെ ശക്തിയെ പകർന്നപ്പോൾ, ഹല്ലേലൂയ, ഇന്ന് പകലിൽ ഉയർത്തെഴുന്നേറ്റവൻ്റെ ആത്മാവിനാൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇന്ന് പകലിൽ അകത്തറിയണം, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ആത്മാവിൻ്റെ ശബ്ദം കേട്ട് ആത്മാവിൻ്റെ കൃപയ്ക്കകത്ത് നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്നും പറയുന്നു, പിശാചിന് എന്തെങ്കിലും തന്ത്രം മെനയുന്നുണ്ടെങ്കിൽ, പിശാച് തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ശകുനങ്ങളിൽ എന്തിലൊക്കെയോ പിശാച് തന്ത്രങ്ങൾ മെനയും. അവൻ്റെ അടിമയാക്കുവാൻ അതിൽ നിന്ന് പുറത്തു വരണം. ഹല്ലേലൂയ. നിന്നെ എന്നും നിങ്ങളുടെ ഭാവി അറിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കും. പ്രസാദ് ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ. ഫാദറെ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്.